ഹലോ, എല്ലാം ഓണാണേ. ലൈവ് ഒക്കെ ഓണാ. ലൈവ് ഓൺ. അതെവിടോ ഇവിടെ ഇല്ലേ? ആ എന്തോ കൊഞ്ചം മരുന്ന് ലൈവാണേ. ലൈവാണോ? ഓക്കെ. ഇത് ഓണാണോ? അത് ഓണാ. സംഭവം എന്നാ വെച്ചാൽ ഇത് എമ്പുരാൻ എന്ന് പറഞ്ഞ സിനിമയൊക്കെ അങ്ങോട്ട് റിലീസായതിനു ശേഷം ഇവിടെ ഭയങ്കര സംഭവം നടന്നുകൊണ്ടിരിക്കുകയാണ്. സംഭവം എന്താണെന്ന് വെച്ചാൽ എമ്പുരാൻ ഹിറ്റാണോ അല്ലേ? വാ, എനിക്കുണ്ട്. ഹലോ ചെക്കു, ഹായ് ചെക്കു, ചുക്കി ചുക്കി. എമ്പുരാൻ പൊട്ടി എന്നൊക്കെ ആൾക്കാർ പറയുന്നുണ്ട്. ആവണം. പക്ഷേ എമ്പുരാൻ പൊട്ടിയിട്ടില്ല. എമ്പുരാൻ പൊട്ടിയെന്ന് പറഞ്ഞാൽ ഞങ്ങൾ സമ്മതിക്കത്തില്ല. ഞങ്ങൾക്ക് ഫേസ്ബുക്ക് കൊണ്ടുവരാ, യൂട്യൂബ് കൊണ്ടുവരാ എമ്പുരാൻ ഹിറ്റാക്കാൻ. അയ്യോ, ഞാൻ പറഞ്ഞതല്ലേ, ഈ ബസൂക്ക വരുന്നതിന് മുമ്പേ വിട്ടത് അതുകൊണ്ടാണ്. ഇവരൊക്കെ തമ്മിൽ ഒരു ചെറിയൊരു അഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെ ചെയ്ത് കൊടുക്കും. അതിൽ ആ മമ്മൂട്ടി വന്ന് ആ വേഷമൊക്കെ കെട്ടി നടക്കുന്ന കണ്ടിട്ട് പിറ്റേ ദിവസം വല്ലതും അത് കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞിട്ട് മോഹൻലാൽ ഇതൊക്കെ ആയിട്ട് കോട്ടും കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ച് കഴിഞ്ഞാൽ നടക്കില്ല. അല്ല, മുണ്ടും ഷർട്ടും ഒക്കെ എടുത്താൽ ജീപ്പേ ഇരിക്കാനുള്ള കോട്ടും കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ച് ഹെലികോപ്റ്ററിലൊക്കെ ഇറങ്ങി ഇരിക്കുക. പാവം എന്തല്ലേ, എന്തെങ്കിലുമൊക്കെ ചെയ്യണം. അവിടെയാണ് സംഭവം, അവിടെയാണ് ഇവിടെയാണ് ഇത് വെച്ചോ പ്രശ്നമുണ്ട്, സാധനമുണ്ട്. ലാലേട്ടൻ ഇന്റലക്ച്വൽ ഡയറക്ടർ ആയതുകൊണ്ട് ചിലപ്പോൾ ഇന്റലക്ച്വൽ അല്ലാത്ത ഒരു അഭിപ്രായം പറയരുത് എന്നൊക്കെ പറഞ്ഞു വരും. ഇന്റലക്ച്വലി അഭിപ്രായം പറയേണ്ടി വരുമോ? അതെ. ഞാൻ ഈ എമ്പുരാനെ കുറിച്ചുള്ള അശ്വന്ത് കോക്കിന്റെ റിവ്യൂ ഉണ്ട്. കോക്കിന്റെ റിവ്യൂ ഉണ്ട്. അപ്പോൾ കോക്ക് പറയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഖുറേഷി അബ്രഹാം മറ്റേ ഇവിടെ ഇറങ്ങി തല്ലുന്നു, റോഡിലിറങ്ങി അടിക്കുന്നു ഒരു ഡോൺ എന്നൊക്കെയുള്ള തരത്തിലുള്ള കമന്റൊക്കെ അയാൾ പറയുന്നു. ഒരു ഡോൺ എന്ത് ചെയ്യണമെന്നുള്ളത് ഡോണല്ലേ തീരുമാനിക്കുന്നത്? അതെ. ഡോൺ ആരായി ഡോൺ എന്ന് പറഞ്ഞാൽ ആരാ? എല്ലാം തീരുമാനങ്ങൾ എടുക്കാൻ കഴിയുന്നവൻ ആരോ അവനാണ്, അവൻ തീരുമാനിക്കും. എനിക്കൊരു ഫ്രണ്ട് ഉണ്ട് ഡോൺ, പേര് ഡോൺ ഡേവിസ്. ഡോൺ എന്ന് പറഞ്ഞാൽ മറ്റേ അസ്തമയല്ലേ? ആണോ? DAWN അതല്ല, DON. അങ്ങനെയാണ്. ഡോൺ കപ്പൊക്കെ മുഷ്കിൽ ഹി നാമുംകിൻ ഹെ എന്നൊക്കെ പണ്ടേ പറഞ്ഞിട്ടുള്ളതാ. ഷാരൂഖിനെ അറിയാവുന്നവർ ഷാരൂഖ് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ആണോ? ഡോൺ കപ്പൊക്കെ മുഷ്കിൽ ഹി നഹി നാമുംകിൻ ഹെ. അത് അമിതാഭ് ബച്ചനാ പറഞ്ഞത്. അത് കഴിഞ്ഞ് ഷാരൂഖ് പറഞ്ഞു. അമിതാഭ് ബച്ചൻ അറിയാവുന്നവർ അമിതാഭ് ബച്ചൻ പറഞ്ഞിട്ടുണ്ട്. അമിതാഭ് ബച്ചനോട് പറഞ്ഞിട്ടുള്ളൂ. അമിതാഭ് ബച്ചൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഷാരൂഖ് ഖാൻ ശബ്ദമായി പോയി. അത് തന്നെ, അങ്ങനെയാണ്. പോലീസ് डॉन का इंतजार कर रहे हैं मगर एक बार समझ लो, डॉन को पकड़ना मुश्किल ही नहीं, नामुमकिन है. गिरन എന്നൊക്കെ പറഞ്ഞുകൊണ്ട് डॉन का पकड़ना मुश्किल ही नहीं, नामुमकिन है. हाय मैं काले है तो क्या हूँ दिल वाले हैं, मैं काले है तो क्या हूँ दिल वाले हैं, मैं तेरे 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 चाहने वाले हैं, हम काले हैं तो क्या हूँ दिल वाले हैं. അതെ അതെ. ഡോൺ എന്ന് പറഞ്ഞാൽ പ്രഭാതമാണല്ലേ? ശരിയാ, പ്രഭാതം. ഇത് ഉദിച്ചു വരുന്നു. അസ്തമയം എന്ന് പറയുമ്പോൾ സൺറൈസ് അല്ല, സൺസെറ്റ്. അങ്ങനെയായിരിക്കും, സൺറൈസ്. അതാണ് ശരി. വേറെന്താ പറയാൻ വന്നേ? പടം പൊട്ടി എന്നുള്ള നിലക്കുള്ള പ്രചരണം നടക്കുന്നുണ്ട്. അതിനിടയ്ക്ക് പൊട്ടന്മാര് വാർത്തക്കാർ മുഴുവനും കൂടെ അതിന്റെ എന്താ ഡ്യൂപ്ലിക്കേറ്റോ കോപ്പി വേണ്ട ഇറങ്ങി വാർത്തയും കൊടുത്തു. അറിയാത്തവര് വരെ അറിയിച്ചവര്. ഈ പടം പൊട്ടിക്കുന്നത് റിവ്യൂവേഴ്സ് ഒന്നല്ല, ഇമാരാ. ഈ ചാനലുകാർ ഇരുന്നുകൊണ്ട് അതിന്റെ പകർപ്പ് ടെലിഗ്രാമിലുണ്ട്, വാട്സപ്പിലുണ്ട്, പല വെബ്സൈറ്റിലുണ്ടെന്നൊക്കെ പറയുമ്പോൾ പിള്ളേർ ഇപ്പൊ തന്നെ കയറി കണ്ടു കാണും, ഡൗൺലോഡ് ചെയ്ത് ഇതൊക്കെ പറയാം. ഈ വാർത്ത ചെയ്യരുത് അങ്ങനെയാണല്ലോ. ഈ ഭയങ്കര മണ്ടത്തരമുണ്ടോ ഇങ്ങനെയൊക്കെ? ഇത് പൊട്ടന്മാരാണ് ഇവര്, പൊട്ടന്മാരാണോ? മൗനജാഥ സിന്ദാബാദ് എന്ന് പറഞ്ഞ പോലത്തെ പരിപാടി സംഭവം മനസ്സിലാവുണ്ടോ? അതെന്നെ ഇടപാട്. അതെന്തൊരു പൊട്ടത്തരം അത് ഇവിടെ അല്ലേ? ഞാൻ അറിഞ്ഞില്ല, നമ്മൾ ആരും അറിയാൻ പോകുന്നില്ല. ആരും അറിഞ്ഞില്ല, ഞങ്ങൾ ആരും അറിഞ്ഞില്ല. പക്ഷെ വാർത്തയിലൂടെ നമ്മൾ അറിഞ്ഞു എമ്പുരാന്റെ കോപ്പി ഇറങ്ങി.
തിയേറ്റർ പ്രിന്റ് എന്നൊക്കെ പറഞ്ഞ സാധനം ഇറങ്ങിയിട്ടുണ്ട്. അത് പല വെബ്സൈറ്റുകളിലും ടെലിഗ്രാമിലും ഒക്കെ കിട്ടുന്നുണ്ട്. അവൈലബിൾ ആണ്. ഇന്ന് തന്നെ എല്ലാവരും കാണും. എളുപ്പമല്ലേ ഇങ്ങനെയോട്ട് വെച്ചിട്ട്? ഇതാണ് ഓടിച്ച് കണ്ടാൽ മതി. വലിയ ബോറടിക്കത്തില്ല. തിയേറ്ററിൽ ഇരുന്ന ബുദ്ധിമുട്ടുണ്ടാവില്ല. ബുദ്ധിമുട്ടിക്കത്തില്ല. ഇതിനെക്കുറിച്ചാണോ ഈ നടന്ന് ഇപ്പൊ പടം കണ്ടവരെ അഭിപ്രായം റിവ്യൂ എന്നൊക്കെ അതല്ല, ഞാൻ ആരുടെ റിവ്യൂ കാണാറില്ല. ഇന്ന് കോക്കിന്റെ റിവ്യൂ പ്രത്യേകം കണ്ടു. കോക്കിന്റെ അടിപൊളി റിവ്യൂ ആയിരുന്നു. കോക്ക് പറഞ്ഞ റിവ്യൂവിനോട് എനിക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട്. അല്ല, പക്ഷെ കോക്ക് ഒരു മോഹൻലാൽ ഫാൻ എന്നൊക്കെ ആയിരുന്നു. ഇപ്പൊ മമ്മൂട്ടി ഫാൻ ആണെന്ന് തോന്നുന്നു. മമ്മൂട്ടി ഫാൻ ആയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. മോഹൻലാൽ ഫാൻ ആയിരുന്നോ? പക്ഷെ മമ്മൂട്ടി ഫാനാണ്. മമ്മൂട്ടി പൾസ് അറിയാം. മമ്മൂട്ടിക്ക് യൂത്തിന്റെ പൾസ് അറിയാം. യൂത്ത് സ്ക്രിപ്റ്റ് സെറ്റ് അറിയാം. അങ്ങനെ അതുകൊണ്ടാണ് മമ്മൂട്ടി. ഇത് കണ്ടോ മറ്റേ ഇതിനകത്തുള്ളതല്ലേ ബസൂക്ക? ഞാനും മമ്മൂട്ടിയും ഒരുപോലെ. ബസൂക്ക വരുന്നുണ്ട്. ബസൂക്ക ഇങ്ങനെയാ കണ്ടോ? ആ സീനാ. ഇവിടെ മുടി അങ്ങോട്ട് ശരിക്കും മുടി ഉണ്ട്. പണ്ട് നമ്മുടെ ഇത് എന്തോ ഒരു പടം ഉണ്ടാകുമല്ലോ മമ്മൂട്ടിയുടെ, അമൽനീരന്റെ അതിന്റെ ഒരു സാധനം ഉണ്ടാകുന്നു. അത് ഞാൻ അത് തന്നെ വിട്ടു. അതുണ്ട്, അതെനിക്ക് ഉണ്ടാകുന്നു. അത് ഞാൻ അന്ന് ചെയ്താന്ന് പോസ്റ്റർ. ഒന്ന് മീശ ഇരിക്കട്ടെ. പോയല്ലോടാ പോയി. ഇനി എന്തോ പടം ഉണ്ടോ? എമ്പുരാനും കഴിഞ്ഞു. ബറോസ് അത് പിന്നെ നേരത്തെ കഴിഞ്ഞതാ. പക്ഷെ ഇതിന്റെ ട്രെയിലർ കണ്ട് വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ അത് അത്രേ ഉള്ളാന്നിരിക്കും അല്ലേ? പറയണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പടം കണ്ടിട്ട് വന്ന ആൾക്കാർ ഈ മോഹൻലാൽ ഫാൻസ് കണ്ടല്ലോ, നമുക്ക് അറിയുന്നവരും ഉണ്ട് മോഹൻലാൽ ഫാൻസ് ഒക്കെ, മനസ്സിലാവോ? വന്നിട്ട് പറയണം ഇവനെ പൃഥ്വിരാജ് ആരാന്ന് വെക്കണത്, എന്ത് പണിയാ കാണിക്കണെന്ന് വെക്കണത്. അതെ അതെ, 5 ഡയലോഗ് ഉള്ളത് മോഹൻലാലിനാകെ. അതൊക്കെ അവിടെ ഏതോ ഒരു റിവ്യൂലും പറയുന്നുണ്ടായിരുന്നു. വളരെ കുറച്ച് ഡയലോഗും പടം അങ്ങനെ ശരിയാ. ഫേസ്ബുക്ക് ഹിറ്റാ. ഫേസ്ബുക്കിൽ യൂട്യൂബിന്റെ ഇടയിലൊക്കെ അത് ഇമാതിരി എന്താ പറയണ്ടേ, എന്ത് കണ്ടാലും അവർക്ക് ഇഷ്ടപ്പെടാത്തതെന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. വേറെ കാര്യമുണ്ട്, ഈ മോഹൻലാൽ ഇങ്ങനെ വന്ന് ഇറങ്ങുകയാണല്ലോ എമ്പുരാൻ. എമ്പുരാൻ എന്ന് പറഞ്ഞാൽ മറ്റേ ഖുറേഷി ആണല്ലോ, എബ്രഹാം പുള്ളി വന്ന് ഇറങ്ങാണ്. പുള്ളിനെ ഇങ്ങനെ കുറെ സമയം കഴിഞ്ഞിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്യിപ്പിച്ച് ആളുകൾ ഇങ്ങനെ ഭയങ്കര ഈഗറായിട്ട് അത് കാണാൻ വേണ്ടി ഇരുന്നിട്ട് ഇയാൾ ഇറങ്ങുന്നു. ഇയാൾ വന്ന് ഇറങ്ങുമ്പോഴേക്കും ഭയങ്കര ക്ലാപ്സും പരിപാടികളും ഒക്കെ നടക്കും സ്വാഭാവികമായിട്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇയാളെ വെച്ച് എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടില്ലാത്തൊരു പ്രശ്നം പൃഥ്വിരാജിന് സംഭവിച്ചു എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഈ മറ്റൊരു ഹൈ കിട്ടുമല്ലോ തിയേറ്ററിൽ, ഇങ്ങനെ ഒരു എല്ലാവർക്കും ഈ മോഹൻലാൽ ഫാൻസിനൊക്കെ കിട്ടുന്ന ഒരു ഹൈ ഉണ്ടല്ലോ, ഇത് കിട്ടിക്കഴിഞ്ഞിട്ട് പിന്നെ ഇയാളെ വെച്ച് എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടില്ല. ഇത് ഇയാളിങ്ങനെ നിൽക്കുക അവിടെ ഇവിടെയൊക്കെ, അങ്ങനെ പറഞ്ഞത്. ഞാൻ കാണുമൊന്നുമില്ല ഈ സാധനമൊക്കെ കാണുന്നതിനാണ്. ഇതൊക്കെ കാണേണ്ട കാര്യമൊന്നുമില്ലല്ലോ. അതെ, ഇത് കണ്ടിട്ട് വേണോ അറിയാൻ? നമുക്ക് അറിയാമല്ലോ, ഇത് കാണുമ്പോൾ അറിയാം. ലൂസിഫർ കാണാൻ പോയത് എനിക്ക് പൃഥ്വിരാജ് എന്താ കാണിക്കണെന്ന് കാണാനായിരുന്നു. മനസ്സിലാണോ? പൃഥ്വിരാജ് ഭയങ്കര ഐറ്റം എന്നാണല്ലോ പറയുന്നത്. താനിപ്പോ വരുമോ? ഓക്കെ, അയാളിപ്പോ വരും. പൃഥ്വിരാജ് ഭയങ്കര ഐറ്റം എന്നും പറഞ്ഞിട്ട് ഇങ്ങനെ ഭയങ്കര ഐറ്റം കാണിക്കുമെന്നും പറഞ്ഞാൽ നമ്മൾ സ്വാഭാവികമായിട്ട് ഇയാളുടെ ഒരു സംസാരമൊക്കെ വെച്ചിട്ട് നമ്മൾ വിചാരിക്കുമല്ലോ ഇയാൾ എന്തൊക്കെയോ കാണിക്കാൻ പോവാണ്, ഇയാളുടെ കയ്യിൽ എന്തൊക്കെയോ ഉണ്ട്, അപ്പം അത് കാണിക്കും എന്ന്. അതെന്തായിരിക്കും എന്ന് ഓർത്ത് ചെന്ന് കഴിഞ്ഞപ്പോഴാണ് മറ്റേ ഇസക്കൽ 2570 എഴുതി വെച്ചിട്ട് ആ വക സാധനമൊക്കെ അടിച്ചിറക്കുന്നത്. ഇപ്പം ഇതിനകത്ത് ഈ എമ്പുരാൻ വന്ന സമയത്ത് വേറൊരു സാധനം ഉണ്ടായിരുന്നു, മറ്റേ നമ്മുടെ എന്താണ് മറ്റൊരു പടമുണ്ട്, സിനിമയുടെ പേര് മറന്നുപോയല്ലോ. അതായത് കെവിൻ സ്പേസി അഭിനയിച്ച ഒരു സിനിമയുണ്ട്. ആ സിനിമയിൽ ഡയലോഗ് ഇവർ പ്രൊമോഷന്റെ ഭാഗമായിട്ട് ഉപയോഗിച്ചതൊക്കെ കണ്ടായിരുന്നു. ആ പടത്തിലെ ലാസ്റ്റ് ഡയലോഗൊക്കെ ഞാനത് ഹായ് വന്നല്ലോ. അതാണോ? അല്ലല്ല അതല്ല, വേറൊരു സാധനം. അതൊക്കെ പഴയതല്ലേ? ഈ അല്ലടോ വേറൊരു സാധനമുണ്ട്, ഞാൻ കാണിച്ചു തരാം. ബോംബുറാൻ. അതെ, അയ്യോ, പൂജപ്പുര ഇൻഡസ്ട്രി ഹിറ്റ്. The greatest trick the devil ever pulled was convincing the world he didn't exist. ഈ സാധനം മലയാളത്തിൽ പറഞ്ഞു വരും. അത് ദൈവം അങ്ങനെ തന്നെയാണല്ലോ. അല്ല, കൺവിൻസിങ് ദ പീപ്പിൾ ദാറ്റ് ഹി ഡിഡ് നെവർ എക്സിസ്റ്റ് എന്നുള്ള സാധനമാണ്. അതായത് ചെകുത്താൻ ഉണ്ടെന്നുള്ളത് തന്നെ ഇല്ല എന്ന് ബോധ്യപ്പെടുത്തുന്നതായിരുന്നു പുള്ളിയുടെ ഏറ്റവും വലിയ ട്രിക്ക് എന്നുള്ളതാണ് പറയുന്നത്. ഈ ഡയലോഗ് ആ സിനിമയിലെ ഡയലോഗാ. ഏത്? മനസ്സിലായോ? മറ്റേ ഇയാളിങ്ങനെ മറ്റേ യൂഷ്വൽ സസ്പെക്ട്സിലെ ഡയലോഗ് അത്. ആ ഡയലോഗ് കോപ്പി അടിച്ച് ഇവിടെ ഇറക്കുവാണ്. പിന്നെ മുരളി കോഫിക്ക് പിന്നെ അത് അറിയുള്ളൂ. മുരളി കോഫിയെ കൊണ്ട് പറ്റുന്നതാണ്. അതൊക്കെ സെക്കൻഡ് 2570 കണ്ടപ്പോഴേ മുരളി കോപ്പി സുന്ദർ ഇപ്പൊ സിനിമ തിരക്കഥ ഡയലോഗ് മുരളി കോപ്പി.
അല്ല തന്നെ ഈ ലൂസിഫർ ഒത്തിരി പടം എഴുതാൻ 8ാം ക്ലാസ് പിള്ളേർക്ക് വരത്തില്ല. പിള്ളേര് ചെയ്യും. പിള്ളേർ ഇതിലും നല്ലതായിട്ട് ചെയ്തേനെ. കുറച്ചുകൂടെ നല്ല പുതിയ പടം അവർ അടിച്ചു മാറ്റി. തീരെ മോശം. അല്ല തന്നെ എവിടെ ഉള്ളത് പൊതുവേ ഉള്ള അഭിപ്രായം. അതായത് നമുക്കിപ്പോ ഇത് പോയി കണ്ടിട്ട് പറയണമെന്നൊക്കെ പലരും പറയും. പക്ഷെ പ്രശ്നം എവിടെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് കാണാതെ തന്നെ പറയാൻ പറ്റും. ഇത് കണ്ടവർ പറയുന്ന ഇത്രയും ആൾക്കാർ ഒരുപോലെ പറയില്ലല്ലോ എല്ലാവരും. അതെ, ട്രെയിലറിനകത്ത് ശരിയാണോ? ട്രെയിലർ അത്രയൊക്കെ ഉണ്ടാവും ചെയ്തു. അത്രയും നേരത്തേക്ക് ഉള്ളത് എനിക്ക് ഒരിക്കലും റീലായിട്ട് വല്ലതും ചെയ്യേണ്ട പരിപാടിയാണ് പൃഥ്വിരാജ് അല്ലേ. ഒരു 5 റീൽ ഇറക്കിയെന്ന് ചിലപ്പോ ഒരുപാട് വൈറലായനെ. ഇനി തൊട്ട് പൃഥ്വിരാജ് മോഹൻലാലൊക്കെ കൂടെ ചേർന്നിട്ട് വല്ല റീൽസ് ഒക്കെ ഉണ്ടാക്കുക. സിനിമയൊക്കെ ഉണ്ടാക്കുന്നത് അതിനുള്ള ആളുകളൊന്നും ഇല്ല. ഇവര് ഇത്രയും ചെലവുമില്ല എന്നാ വൈറലാവുകയും ചെയ്യും. ഇവർക്ക് ഇങ്ങനെ നിന്നാ മതിയല്ലോ. കാശൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. ഇതാണ് നഷ്ടമാണെന്നും പറയുന്നു. ഇത് മറ്റേനാണ് ആരും വന്ന് റിവ്യൂ ഒന്നും ചെയ്യത്തൊന്നും. ഞാൻ പറയുന്നത് ഡെയിലി ഒരു 2 റീല് വെച്ച് 3 മാസം കൃത്യമായിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ സാധനം മോണിറ്റൈസ് ചെയ്ത് എടുക്കാൻ പറ്റും പൃഥ്വിരാജ്. ഇന്റലക്ച്വൽ റീൽസ് എന്നൊക്കെ പേരിട്ടാ മതി, എല്ലാരും കണ്ടോളൂ അല്ലേ. അതെ, ഇത് ഇന്റലക്ച്വൽ റീൽസ്. അന്നേ ഞാൻ പറഞ്ഞ ഇയാള് പോയി ലൂസിഫർ കണ്ട ആളാണ്. പറഞ്ഞ് കാണണ്ടെന്ന് പോയി കണ്ടു. എന്നെ തെറി വിളിക്കും. നീ എന്താ ഇത്രയും കുറച്ച് പറഞ്ഞ? ഞാൻ കണ്ടിട്ടൊന്നും എനിക്ക് തോന്നിയ ഒരു കാര്യം പറഞ്ഞതെന്ന്. ഈ ട്രെയിലർ കുഴപ്പമില്ല, പക്ഷെ പടം എല്ലാം അങ്ങനെ ഹിറ്റ് ആണോ? ലൂസിഫർ കണ്ടതിന്റെ കാരണം ഞാൻ പറഞ്ഞല്ലോ, അതിനൊരു കാരണമുണ്ട്. ഈ പൃഥ്വിരാജ് എന്തോ ഉണ്ടാക്കണമെന്ന് എനിക്ക് അതും അത്ര വലിയ കറക്റ്റായ കാര്യമൊന്നുമല്ല. അതെന്തോന്നറിയാമോ? ഇവൻ ഭയങ്കര തള്ളിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇവൻ എന്തോ ഐറ്റം എന്നാ പറയുന്നുണ്ട്. അത് കൺവിൻസ് ചെയ്തിട്ടുണ്ട് ഇവിടെ ആൾക്കാരെ. ഇവൻ സംഭവമാണ്, ഇവൻ എന്തോ വലിയ ആളാന്ന് കൺവിൻസ് ചെയ്തിട്ടുണ്ട് മനുഷ്യരെ അവർ വേറെ തരത്തിൽ. അപ്പൊ ഇവനിപ്പോ ഞാൻ പറഞ്ഞത് എമ്പുരാൻ നല്ല നാല് പറഞ്ഞു. ട്രെയിലർ കണ്ടപ്പോ വലിയ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് പടം വിജയിക്കുന്നൊന്നും യാതൊരു ഉറപ്പില്ലെന്നും പറഞ്ഞിരുന്നു. പിന്നില്ല, പടം കാണുമ്പോ പടത്തിന്റെ വേറെ ആളുകൾ ടിക്കറ്റ് ക്യാൻസൽ ചെയ്തൊന്നും അങ്ങനെ ആ ടിക്കറ്റ് ക്യാൻസൽ ചെയ്ത് ഇവിടെ കിടപ്പുണ്ട്. ആളുകൾ അത് പോസ്റ്റ് ചെയ്യുന്നു. കഷ്ടം. ടിക്കറ്റ് ക്യാൻസൽ ചെയ്ത് പോസ്റ്റ് ചെയ്യുന്നു. വേറെ കോമഡി ഉണ്ടായി ഇന്നത്തെ ന്യൂസിനകത്തെല്ലാം ഭയങ്കര ന്യൂസ്. എമ്പുരാന്റെ കോപ്പി ടെലിഗ്രാമിലുണ്ടെന്ന് ഇനി അറിയാൻ ആരും ബാക്കിയില്ല കേരളത്തിൽ. ഞാൻ അറിഞ്ഞില്ല, ന്യൂസിൽ കൂടെ എല്ലാവരും അറിഞ്ഞില്ലേ? അവരാണ് ഈ പടം നശിപ്പിച്ചത്. ടിക്കറ്റ് ക്യാൻസൽ ചെയ്ത് അപ്പോഴായിരിക്കും ഏതായാലും കോപ്പി ഇറക്കിയിട്ടുണ്ട്, ഇനി അത് കണ്ടിട്ട് കാശ് കളയണ്ടെന്ന് വിചാരിച്ച ആൾക്കാർ ഇനി അത് ആരും തിയേറ്ററിൽ കാണത്തില്ല. കാരണം ഏകദേശം ആൾക്കാർ പറഞ്ഞ ധാരണകളായി. പിന്നെ കോപ്പി വന്നു. അപ്പൊ ആദ്യം ഇനി ഇത് കണ്ടിട്ട് തിയേറ്റർ എക്സ്പീരിയൻസ് വല്ലതും ഉണ്ടോ നോക്കിയിട്ടൊക്കെ ആൾക്കാർ പോകത്തുള്ളൂ. അത്രേ ഉള്ളൂ. വലിയ ബഡ്ജറ്റാന്നാ, ബഡ്ജറ്റ് ഒന്നും പറയുന്നില്ല. പിന്നെ കോക്ക് പറയാണേ ഈ ആന്റണി പെരുമാറിനെ കൊണ്ട് നിർത്തിയത് എന്തോ ലോകത്തുള്ള ഒരുമേൽപ്പെട്ട നടന്മാരെയൊക്കെ കൊണ്ടുവന്ന് ഇറക്കി പല ക്യാരക്ടർ ചെയ്യാൻ. പക്ഷെ ഇങ്ങനെ ഒരു പ്രത്യേക ക്യാരക്ടർ ചെയ്യാൻ ഇയാളെ മാത്രമേ കിട്ടിയുള്ളൂ. ആന്റണി വെച്ചേക്കും. കാണോ ഇവര് എല്ലാരും കൂടി വേറൊരു കാര്യമുണ്ട്. ഒരു ഇത് കണ്ടിട്ടില്ല, മറ്റേ ഇയാള് ഈ പൃഥ്വിരാജ് ഒരു സിനിമ എടുക്കുന്നതായിട്ട് ബന്ധപ്പെട്ട് ഒരു ഐറ്റം ബ്രോഡാഡിയുടെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പടത്തിന്റെ കാര്യം പറയാൻ പോകുമ്പോഴേക്കും ഇതിങ്ങനെ ഒരു സിനിമയാണ്, ഇതിനകത്ത് ആന്റണി ചേട്ടന് ഒരു പ്രത്യേക പോലീസ് വേഷം ഉണ്ടായിരുന്നു എന്നൊക്കെ പറയുമ്പോഴേക്കും ഇയാള് സിനിമ എഗ്രി ചെയ്യുന്ന ഒരു സാധനം. അത് ശരിക്കും നടക്കുന്ന മനസ്സിലാവും. അങ്ങനെയാന്ന് തോന്നുന്നു. ഇത് വെച്ചാല് മോഹൻലാൽ ആന്റണി പെരുമാർ പറയുന്നതൊക്കെ കേട്ടല്ലേ ജീവിക്കുന്നേ. അപ്പൊ ആന്റണി പെരുമാർ സൂചിപ്പിച്ചപ്പോരെ എന്തിനാ മോഹൻലാലിനെ സൂചിപ്പിക്കാൻ ചെല്ലുന്നേ? ആന്റണി പറഞ്ഞാൽ കേൾക്കും. ആന്റണി ചേട്ടൻ ഓക്കെ എന്നാണ് രാജുവേട്ടനും പറയുന്നത്. ആണോ? ആന്റണി ചേട്ടൻ പറഞ്ഞോ? ആന്റണി ചേട്ടൻ പറയുന്നത് നല്ലതാണോ? ആന്റണി ചേട്ടൻ സൂപ്പറാന്നാണ് ലാൽ സാർ. രാജുവേട്ടൻ പറയും രാജുവേട്ടൻ സൂപ്പറാണ്, ലാലേട്ടൻ പറയും ആന്റണി ചേട്ടൻ പറയും. ആന്റണി ചേട്ടന് രാജുവേട്ടനോട് ചേർന്ന് പറയും മോഹൻലാൽ സൂപ്പറാണ്. ഏട്ടനാണെന്നല്ല പറയുന്നത്, അങ്ങനെയല്ല. കേട്ടു നോക്ക്. ഏട്ടനാണ് ലാലേട്ടനാണ് സിനിമയാണ് മിസ്റ്റേക്കാണ് മുറുക്കുവാണെന്ന് തോന്നുന്നു. അങ്ങനെ എന്താണ് വീരസൈനികർ
വന്ന് എരുതിയിൽ എണ്ണ താൻ എല്ലാ ദിവസവും ഇവിടെ വന്നിരിക്കണം കേട്ടോ. അല്ലേ മിസ്സായിട്ടുണ്ട്. ഒരുപാട് മിസ് ചെയ്യുന്നു താങ്കളുടെ ചില സമയത്തുള്ള ഇത്തരം പ്രയോഗങ്ങൾ. അതെ, തനിക്ക് ഞാനൊരു സാധനം തരാം, അപ്പൊ ശരിയാവും. നിന്റെ അമ്മയുടെ അതിന്റെ ഇടയില് ആറാ നീ നിന്റെ അമ്മക്കില്ലടാ, അതെന്നെ അമ്മയാണ്. അതെന്തൊരു വർത്താനല്ലോ, നിന്റെ അമ്മയുടെ. അവന്റെ അമ്മക്ക് ഇല്ലത് അല്ലല്ല, അതെന്നെ പരിപാടിയാ. അങ്ങനെ വല്ലോ ആണോടാ? കാര്യം പറയാൻ പറ്റത്തില്ലടാ. കാര്യം പറയുമ്പോ അമ്മക്ക് പറഞ്ഞ കാര്യം അല്ല, അതല്ല പ്രശ്നം. ചിലപ്പോ അങ്ങനെ വല്ലോ ആണോ ഇത് സംഭവിച്ചതെന്ന് എങ്ങനെ അറിയാൻ പറ്റും? ചിലരിങ്ങനെ നമ്മൾ കേട്ടിട്ടില്ലേ ടൂറി ഇട്ടുന്നു, അത് ഇതില്ലാത്ത അമ്മമാര് പ്രസവിക്കുന്ന അങ്ങനെ ആയിരിക്കും, മനസ്സിലായി? അപ്പൊ അങ്ങനെ ഉണ്ടായ ഏതോ തൂറി മോനാ, തൂറിമോൻ വന്നേ, തൂറിവാരി വഴിയെങ്കിൽ പൊക്കോ ആ സൈഡിൽ കൂടെ. പഴയ കുറെ ഐറ്റം കൊണ്ട് വരുവാ ഇങ്ങോട്ട്. ഇവിടെ ലൈവ് നടക്കുന്നുണ്ട്, ഒരു വീഡിയോ ഷൂട്ട് നടക്കുന്നുണ്ട്, രണ്ടും ഒരേ സമയം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പോഡ്കാസ്റ്റിൽ വീഡിയോ വേറെ വരുന്നതായിരിക്കും. ലൈവ് കണ്ടിട്ട് മുഴുവൻ കാണാൻ പറ്റില്ല, പോഡ്കാസ്റ്റിൽ പോയി നോക്കിയത്. എ കാസ്റ്റ് എന്നാണ്. എന്ന് പറഞ്ഞാൽ അവിടെ പോഡ്കാസ്റ്റ് അതിനകത്ത് എ ഇട്ടേക്കുന്നത് റൗണ്ടിൽ ഇടാനായിട്ട് എനിക്ക് അതിനകത്ത് പറ്റാനും ഉണ്ട്. അത് അഡൽസ് ഉള്ളിയാണ്, മനസ്സിലായല്ലേ? അതാണ് പോഡ് അഡൽസ് ഉള്ളി കാസ്റ്റ്. നമ്മൾ അങ്ങനെ കുട്ടികൾക്ക് വേണ്ടി വീഡിയോ എടുക്കാറില്ല. I don't know why. Just like that. Yeah. I got it. എന്നാലും ഭയങ്കര ഇംഗ്ലീഷ് സിനിമ പോലെ തോന്നിയത്. ഈ പടം ഇംഗ്ലീഷ് സിനിമ പോയി കണ്ടാ പോരെ. അത് അവൻ തന്നെ പറഞ്ഞെന്ന് തോന്നുന്നു. ഇംഗ്ലീഷ് പറഞ്ഞോണ്ടാ. ഇംഗ്ലീഷ് പറയുന്നതാണല്ലോ കേരളത്തിലേക്ക് ഏറ്റവും വലിയ ആൾക്കാർ എന്ന് പറയുന്നത് ഇംഗ്ലീഷ് സംസാരിക്കുന്നവരാ. അങ്ങനെയാണല്ലോ ഇവിടുത്തെ ഒരു ബോധം. അല്ല അങ്ങനെയല്ല. ഇവിടെ ഇംഗ്ലീഷ് സംസാരിക്കുന്നവർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര വിദ്യാഭ്യാസവും ഭയങ്കര ബുദ്ധിയും ബോധവും വലിയ വലിയ ആൾക്കാരാ അവര്. ഇംഗ്ലീഷ് നന്നായിട്ട് ഇംഗ്ലീഷ് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ ദാറ്റ് മീൻസ് ഭയങ്കരമായ ആൾക്കാരാണ്. പണിയൊന്നുമില്ല. ഇയാൾ അങ്ങനെ അതിനുള്ള പ്രശ്നമുള്ള ആളാ. ഈയിടെ മറ്റേ ഇത് പോയിട്ട് എസ്തെറ്റിക് സെൻസ് നഷ്ടപ്പെട്ടിട്ടുണ്ട്. കുറച്ച് പോയി, ചോർന്നു പോയി. എന്തിനു പറയാ, എന്ത് പറയാൻ, പണം കൊള്ളത്തില്ലെന്ന് പറയാനോ? സാധനങ്ങളെ നല്ല കൊണ ഉണക്കാനുള്ള വകുപ്പുണ്ടാവും. അത് ശരിയാ. അതെ. ട്രെയിലർ കണ്ട് ഒരു പുലിയാടി എന്താണൊക്കെ പറയുന്നതാ, ചീത്ത വിളിക്കലടാ, ചീത്ത വിളിക്കലടാ മൈൻഡ്. സന്തോഷ് വർക്കിയുടെ പോഡ്കാസ്റ്റില് വിളിക്ക്, വേറെ പണിയൊന്നുമില്ലേ? നമുക്കല്ലാതെ ഇത് കുറെ കൊല്ലമായിട്ട് ചെയ്ത് പരിചയമുള്ള ആൾക്കാരാ. ഒരു തെണ്ടിയുടെ ആവശ്യമില്ല, വർക്കിംഗ് പെർക്കൊന്നും വേണ്ട, അതിന്റെ ഒന്നും ആവശ്യമില്ല. അയ്യോ, പരിപാടി അല്ലാതെ നടത്താൻ നമുക്കറിയാം. തനിക്ക് ഒറ്റയ്ക്ക് നടത്താവുന്നുള്ളൂ. അറിഞ്ഞില്ല. അതൊക്കെ ചുമ്മാ അണ്ണന് ഓരോ തോന്നി പോലെ പറയുന്നത്. അല്ല തന്നെ ഇപ്പൊ ഈ അവന്റെ ഒക്കെ പരിപാടി ആരാ കാണുന്നത്? തീർന്നില്ലേ? നമ്മളെ കൈ കളഞ്ഞാ പിന്നെ കളഞ്ഞല്ലോ. നമ്മള് കളയുമ്പോ തീരുമാനിച്ചു അറിയത്തില്ലേ? നമ്മള് തൊട്ടാ ഇതാണ് അവസാന സ്ഥലം. അതെ, അവസാന സ്ഥലം കഴിഞ്ഞാൽ ഇവിടെ വന്നു കഴിഞ്ഞിട്ട് ഇവിടുന്ന് ശരിയാവുന്നില്ലെങ്കിൽ അതിന്റെ അർത്ഥം എന്ന് പറയുമ്പോ അത് ശരിയാവില്ലെന്നാണ്. ശരിയല്ലെന്നോ? പിന്നെ ശരിയാവില്ലെന്നുള്ള അതിന്റെ അർത്ഥം. ശരിയാ, നമ്മുടെ അടുത്തെല്ലാം ലാസ്റ്റാ വരുന്നത്. അവർക്ക് അത് മനസ്സിലായാൽ അവർ രക്ഷപ്പെടും. അതെ, ഇല്ലെങ്കിൽ അവർക്ക് ശരിയാകത്തില്ല. നമ്മളെ കണ്ട് അടുത്ത് വരുമ്പോഴേ നമുക്കറിയാം ഏതോ ലാസ്റ്റ് എന്നുള്ള സ്ഥലത്തേക്ക് വന്നു, അവരവിടെ നിന്നു, എന്നിട്ട് അവിടെ നിന്ന് ശരിയാതെ ഇറങ്ങിപ്പോയി. അത് അതുപോലെ പോകത്തേ ഉള്ളൂ. അല്ലെങ്കിൽ ഇവിടെ ഇരുന്നേനെ. എടോ മറ്റേ ഹോട്ടൽ കാലിഫോർണിയ പോലെ you can check in any time you like but you can never leave. പുറത്തോട്ടില്ല മുത്തേ, കഴിഞ്ഞത് അതോടെ നമ്മൾ തീരുവാ. നമ്മൾ എഴുതി തള്ളി സർട്ടിഫൈ ചെയ്യുമല്ലേ, അല്ലാതെ ചുമ്മാ. മോഹൻലാലിനെ നമ്മൾ എന്നെ സർട്ടിഫൈ ചെയ്തു കഴിഞ്ഞത്. മമ്മൂട്ടിയെ പറ്റി ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. അതെ, എന്നാണോ ഞാൻ ആ പറഞ്ഞു തുടങ്ങുന്ന സമയം നിങ്ങൾ ശ്രദ്ധിച്ചോ, അന്ന് തൊട്ട് മോഹൻലാലിന്റെ പരിപാടി മോശമായി തുടങ്ങിയതുകൊണ്ട് പറഞ്ഞത്, അല്ലാതെ മോഹൻലാലിനെ ഇല്ലാണ്ടാക്കാൻ. മോഹൻലാൽ ഭയങ്കര മോശക്കാരാന്നുള്ള അഭിപ്രായമൊന്നുമില്ല. അല്ലല്ല, മോഹൻലാലിന്റെ പരിപാടി എല്ലാം മോശമാകും എന്ന് നമുക്ക് കണ്ടാൽ ആദ്യമേ മനസ്സിലാവും.
മനസ്സിലായി? അത് കാണുമ്പോ അറിയാം തീർന്നു, ഇനി എന്തിനാ കിടന്ന് ഇറങ്ങുന്നത്. ഇനിയിപ്പോ എങ്ങനെ മെഴുകിയാലും ഇത്രയൊക്കെ തന്നെ സംഭവിക്കാനും കഴിഞ്ഞിടും. ഏട്ടനാണ് ഹെലികോപ്റ്റർ ഇരിക്കുന്നുണ്ട്, ജീപ്പിൽ ഇരുന്ന പോലെ മുണ്ട് കൊടുത്ത്. ലാലാണ് ആണോ? ലാലാണ് ലാലേട്ടനാണ് ലലേട്ടനാണ്. അത് മതിയായി കാണും. അത് ഈ ഇപ്പൊ മതിയായി കാണും. ഇപ്പൊ ശരിയായിട്ടുണ്ട്. മതിയായി കാണും. അതാ പറഞ്ഞത്, തുടരും എന്നാണ് അടുത്ത സിനിമയുടെ പേര്. തുടർന്നുകൊണ്ടേ ഇരിക്കും ഇത് ഈ അപരാധം. അത് മറ്റേ വേറൊരു കാര്യമുണ്ട്, ഞാൻ പറഞ്ഞത് വേറൊരു കാര്യമുണ്ട്. നമ്മളിപ്പോ ഇത് സർട്ടിഫൈ ചെയ്യുവാണ്, ഇത് കഴിഞ്ഞു, ഇതിന് ഇനി ഇല്ല. അത് കേട്ടിട്ട് മനസ്സിലാകുന്നവർക്ക് ലാഭമാണ്. മനസ്സിലായില്ലേ? കാര്യം മനസ്സിലാവും. അത് ഈ ബാക്കിയുള്ളവർ പ്രേക്ഷകർ എന്ന് പറഞ്ഞവര്. പക്ഷെ അത് കണ്ടിട്ട് മനസ്സിലാകാത്തവന്മാർ മണ്ടന്മാരാണ്. അവിടെ പോയി പിന്നെയും പിന്നെയും കയറി അവർ കാശും കളഞ്ഞ് സമയം കളഞ്ഞ് പിന്നെ ഇറങ്ങി വന്ന് വിഷമിച്ചിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ആണെന്നേ. എന്നിട്ട് ഏതാണ്ട് വേറെ ക്ലിപ്പ് എടുത്തിട്ട് ഏതാണ്ട് ലൈവ് പല ചാനലുകാരും നടത്തുന്നത്. അപ്പൊ ഇറങ്ങി വരുന്നേക്ക് ഇന്റർവെല്ലിനൊക്കെ വന്നവരുടെ അവസ്ഥ കാണണം. അത് ആ മോന്ത കണ്ടാൽ അറിയാം പടം കൊള്ളത്തില്ല. മനസ്സിലായി? അതിന് ഇവർ ഇമ്മാരിങ്ങനെ ചിലരൊക്കെ ഇങ്ങനെ സൂപ്പർ കരഞ്ഞ പറയുന്നത്. എന്റെ ഒരു ഊഹം എങ്ങനെ അറിയാം, ആദ്യ ഭാഗമൊക്കെ ഈ പറഞ്ഞിട്ട് കൊള്ളാൻ തോന്നും, പിന്നെ ബാക്കി മൊത്തം വെട്ടി വെച്ച പോലെ ആയിരിക്കും. കണക്ഷൻ ആവുമെന്ന് എനിക്കറിയത്തില്ല. ഇത് നമുക്ക് കണക്ട് ആവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ വാറും ഈ സാധനം കൂടെ എനിക്ക് എങ്ങനെ തോന്നുന്നു, ഞാൻ പറഞ്ഞ വെട്ടിയത് ചുമ്മാ അങ്ങ് ഉണ്ടാക്കാടല്ല. ആർക്കും ഇതൊക്കെ ഉണ്ടാക്കാൻ പറ്റാത്ത. ഈ പറഞ്ഞ പോലെ ഖുറേഷി ഇറങ്ങി കഴിഞ്ഞപ്പോഴേ ഖുറേഷിയെ വെച്ച് എന്ത് ചെയ്യണോന്ന് അറിയാൻ പാടില്ലാണ്ടായി. ഉർവശി അബ്രഹാം ഉർവശി. ഈ ഉർവശി ഇറങ്ങി ഇത് എന്താ സംഭവിച്ചതെന്ന് എനിക്ക് എൻ്റെ ഒരു തോന്നൽ ഇങ്ങനെയാണ്. അതായത് ഇയാള് ഈ മോഹൻലാലിനെ വെച്ച് മറ്റേ ഗൂസ് ബം സീനൊക്കെ ഉണ്ടാക്കി ഇയാളുടെ ഇൻട്രോ ഒക്കെ കൊടുത്ത് ഈ മറ്റേ ആൾക്കാർക്ക് ഫാൻസിനെ സംബന്ധിച്ചിടത്തോളം ഇത് മതിയല്ലോ. ആണോ അങ്ങനെ പറഞ്ഞോ അറിയില്ല. ഇപ്പൊ എന്താണെങ്കിലും ഇനി എൻ്റെ ഒരു ബലമായ സംശയം എന്താണെന്നറിയാമോ, ഇനി പണ്ട് ഈ പൃഥ്വിരാജിന്റെ അപ്പൻ സുകുമാരനെ ഈ മലയാള സിനിമയിൽ നിന്ന് മറ്റേ തഴഞ്ഞിട്ടൊക്കെ ഉണ്ട്. അതേ പണി മോഹൻലാലിന് കൊടുത്തിട്ടുണ്ട്, പണി കൊടുത്തിട്ടുണ്ട്. അപ്പൊ മോഹൻലാലിനെ ഫീൽഡ് ഔട്ട് ആക്കുന്ന പൃഥ്വിരാജ്, മോഹൻലാലിനെ തീർന്നിരിക്കുന്ന അവനാണല്ലോ പുതിയ മോഹൻലാൽ. പുതിയ മോഹൻലാൽ ശരിക്കും പൃഥ്വിരാജാണ്. പഴയ മോഹൻലാലിന്റെ എല്ലാ പരിപാടികളും പുള്ളിക്ക് അറിയാം. പഠിച്ചു, മോഹൻലാലിനെ കണ്ടുപിടിക്കുക, എന്നിട്ട് ഫീൽഡ് ഔട്ട് ആക്കുക, അത്രേ ഉള്ളൂ. ആ പണിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. സംവിധാനം ചെയ്താൽ ഔട്ടാക്കുന്നു. അതെ, അല്ലാതെ പറ്റത്തില്ല. ഡയറക്ടർ അതുമല്ല, വേറൊരു പരിപാടി ഉണ്ട് ഇതിനകത്ത്. ഈ പറഞ്ഞ പോലെ അവരുടെയൊക്കെ തന്നെ പൈസ അല്ലേ ഇതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യുന്നല്ലേ. ആശീർവാദ് സിനിമാസ് ആണ് തോന്നുന്നു. അവനെ കൊണ്ട് തന്നെ സാമ്പത്തികമായും എല്ലാ രീതിയിലും നശിപ്പിക്കുന്നത്. ഇവരിനിപ്പോ നടക്കാൻ പോകുന്നത് അതൊരു സ്റ്റോറി ആക്കി കൊണ്ടുപോകണം, നല്ലതായിരിക്കും. അച്ഛനെ ഫീൽഡ് ഔട്ട് ആക്കിയപ്പോൾ മകൻ ചെയ്ത പ്രതികാരം എന്താണ്? റിവെഞ്ച് ഈസ് ബെസ്റ്റ് സെർവ്ഡ്. റിവെഞ്ച് ഈസ് ബെസ്റ്റ് സെർവ്ഡ് കോൾഡ്. ഓ മുരളിഗോപി കേൾക്കണ്ട, എഴുതി വെക്കും. അടുത്ത പടത്തിൽ കീച്ചേക്കാം. ഇതൊക്കെയല്ല എഴുതി വെക്കുന്നത്, പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? കൊള്ളാവുന്നല്ല പടം പോയി കണ്ടിട്ട് എഴുതടേ. കൊള്ളാവുന്ന പടമൊക്കെ കണ്ടത്, പക്ഷെ ഇവിടെ കൊള്ളത്തില്ല. അത് അല്ല, ഇത് അവിടെ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ മറ്റേ സാധനം താൻ ഓർക്കുന്നുണ്ടല്ലേ, ചുമ്മാ ഞാൻ നടന്നു വന്നു പറഞ്ഞു തുടങ്ങി. ആ ഒരു സിറ്റുവേഷൻ അങ്ങനെ അവിടെ എത്തുമ്പോ ഇത് ശരിയാ, അത് എസ്കലേറ്റ് ചെയ്യുന്നത് നല്ല രസമല്ല. അവിടെ വലിയ മാരക വിമാസൊന്നും ആയിട്ടില്ല, നേരെ ഇങ്ങനെ അവിടെ എടുത്ത് വെക്കുന്നതിന് മുമ്പാ പറയുന്നത് ഇത്രയും സാധനം അങ്ങോട്ട് പറഞ്ഞിട്ട് മറ്റേ അപ്പോൺ വെഞ്ചൻസ് എന്നോ, വെഞ്ചൻസ് അപ്പോൺ യു. എന്നിട്ട് പട്ടപട്ടപട്ടാന്നങ്ങ് പൊട്ടിക്കുക. ഇത് അത് പറയാൻ വേണ്ടി തന്നെ ഒരു ഷോട്ടാ, മനസ്സിലായില്ലേ? പഠിച്ചു നിൽക്കുക, ഇങ്ങനെ നിൽക്കുക, പഠിച്ചിട്ട് ചോദിക്കാൻ മനസ്സിൽ ഇങ്ങനെ പറയുവേ. മോഹൻലാൽ നിൽക്കുന്ന കണ്ടറിയാം നമുക്ക്, പറയാൻ പഠിച്ചു നിൽക്കുക, എന്നിട്ട് അതങ്ങ് പറയും. അവിടെ സ്പീക്കർ ഇട്ട് ലിപ്സിങ് ആ ചെയ്യുന്നത്, അല്ലാതെ അതൊന്നും പറയാൻ പറ്റുമോ? അത് പിന്നെ നോക്കി മലയാളത്തിൽ എഴുതി കൊടുത്ത് നോക്കി വായിക്കുന്ന പാർട്ടികളാണ് ഇവരൊക്കെ പലതും. അല്ല പിന്നെ ഇംഗ്ലീഷ് ഒക്കെ നോക്കി വായിച്ചാൽ തെറ്റിപ്പോവും. ഇവിടെ എന്തോടെ ഈ പറയുന്നത്, നമുക്കൊന്നും അറിയാത്ത പോലെ. മറ്റേ ഇത് ഓർക്കുന്നുണ്ടോ, ആ ക്രിക്കറ്റ് കളിക്കാൻ പോയിട്ട്? താങ്ക് യു. എന്തുവാ ഒന്നും അറിയത്തില്ല, ചുമ്മാ വലിയ സീൻ കാണിക്കാൻ ഇറങ്ങിയ ഇംഗ്ലീഷും പറഞ്ഞുണ്ട്. മമ്മൂട്ടി ആണേലും കണക്കാ കേട്ടോ, എല്ലാം കണക്കാണ്. ഇവിടെ ഇംഗ്ലീഷ് അതാണ് വേറൊരു കാര്യം. അതായത് ഇംഗ്ലീഷ് പറയുന്നത് വലിയ സംഭവമായിട്ട് വിചാരിക്കുന്ന ഒരു സമൂഹത്തിനകത്ത് ഈ പറഞ്ഞ പോലത്തെ സാധനമൊക്കെ മതി. ഇപ്പൊ പൃഥ്വിരാജിനെ പോലത്തെ ഒരാൾ വന്നങ്ങ് എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കൊള്ളാം, നന്നായിട്ടുണ്ട്, ഇവനാണ് സൂപ്പർ എന്ന് പറയുന്നതിന്റെ പ്രധാന കാരണങ്ങളിൽ ഒരു കാരണം എന്ന് പറയുന്നത് ഇവൻ ഇംഗ്ലീഷ് പറയുന്നു എന്നുള്ളതാ.
അല്ലാതെ ഇപ്പം ഭയങ്കര നടനായതുകൊണ്ടോ ഇപ്പം വലിയ കൊണാണ്ടറായതുകൊണ്ടോ ഒന്നുമല്ല. മനസ്സിലായില്ലേ? എന്തൊരു പഴയ ബോംബ് അനമോർഫിക് ലെൻസിൽ ഷൂട്ട് ചെയ്യും. അത്രേ ഉള്ളൂ. പഴയ കഴിഞ്ഞ് പുതിയ കുപ്പിയില് മറ്റേത് അതൊക്കെ തന്നെ. ഞാൻ ഇതിനകത്ത് ഇരിക്കാൻ അവസാനം ഇങ്ങനത്തെ കറുത്ത ഉടുപ്പിട്ടുള്ളത് ഹെലികോപ്റ്റർ ഉണ്ട്, ഡിഫൻഡർ ഉണ്ട്. അതെ, അയ്യോ ആ അടിപൊളി സാധനം. ഒരു ഇംഗ്ലീഷുകാരനെ കൊണ്ട് പറയിച്ചോ അവന്മാര്. എന്നാ കഷ്ടമായിരിക്കും അവനിത് പറയാൻ വേണ്ടി ഒരു 15 പ്രാവശ്യം. എനിക്ക് കോവളത്തും വല്ല മന്ന കിടന്നേച്ചവനായിരിക്കും അവനെ പിടിച്ച് ഒരുക്കിക്കൊണ്ട് വന്ന് നിർത്തിയത്. അല്ലാതെ ആര് വരാൻ ഇതിനൊക്കെ? അതിനും സാധ്യതയുണ്ട്. ഇതൊക്കെ പറയാനായിട്ട് അവൻ നോക്കിയപ്പോ ഇത്ര പൈസ കിട്ടും, ഇതൊന്ന് വന്ന് പറഞ്ഞിട്ട് പോവാ. ഞാൻ പണ്ട് ഇത് പറഞ്ഞിട്ടുള്ളത് ഇവിടെ ഈ സാഹിബാൻ നടപ്പുണ്ട്, അവരെ കൊണ്ട് വേണേൽ നമുക്കൊരു അഭിപ്രായം പറയിക്കുക എന്തെങ്കിലും വേറൊരു കാര്യത്തിനാണ്. അപ്പൊ അതുപോലെ ചെയ്താൽ മതി. അതാ ചെയ്തത് അവര്. ഇതൊക്കെ നമുക്കറിയരുതോ കാണും. നമ്മൾക്ക് ഇത് നേരത്തെ തോന്നിയ ഐഡിയ 2017 വലിയ സ്കെയില് വെച്ച് നടന്നതാ. പക്ഷെ തെറ്റിപ്പോയി. അളക്കാൻ അറിയണ്ടേ? എത്ര വലിയ സ്കെയിൽ കിട്ടിയിട്ട് എന്ത് കാര്യം? ക്യാൻവാസ് വലുത്, സ്കെയില് വലുത്, മേക്കിംഗ് നന്നായിട്ടുണ്ട്. ഭയങ്കര അത് ഈടെ പോയി പഠിച്ചായിരിക്കും. ഇവൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പഠിക്കാൻ തോന്നുന്നു. അതായിരിക്കും ഉദ്ദേശിച്ചത്. വലിയ മറ്റേ സ്കെയില് എന്തോ സ്കെയിലായിട്ട് എന്ത് കാര്യം? ഇതാ പറയുന്നേ. ഏതായാലും നന്നായി. ഇവൻ ഈ പടമെടുപ്പ് നിർത്തിയിരുന്നെങ്കിൽ ഇടയ്ക്ക് വർഷത്തിലേക്ക് വല്ലപ്പോഴുള്ള പൊട്ടത്തരം കാണാതിരിക്കുക. ഇവൻ പടം എടുത്തിട്ട് അങ്ങ് പോവാണെങ്കിൽ കുഴപ്പമില്ല. ഇവൻ ഈ നാട് നീളം നടന്ന് ചുമ്മാ ഓരോന്നൊക്കെ പറയരുത്. ശല്യമാ പിന്നല്ലേ? പിന്നെ നടന്ന് പറച്ചില്ല, അതും കൂടി കാണണം. ഇവ സിനിമ എടുത്ത് എവിടെയെങ്കിലും ഉണ്ടായിരിക്കുകയാണെങ്കിൽ ഓക്കെ. ഇവൻ നടന്ന് പിന്നെ ഈ സിനിമ ഭയങ്കര സിനിമ യാടോ പൈസയൊക്കെ മുടക്കിയതാണ്. മാർക്കറ്റ് ചെയ്യുന്നതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഇതാണ് ഏറ്റവും വലിയ കാര്യം. ഇതൊരു ഭയങ്കര സംഭവമാണ്. ഈ സാധനം കൊണ്ട് വരികയാണ് പിന്നെ അങ്ങോട്ട്. എല്ലാവർക്കും വെച്ചിട്ടുണ്ട്, എല്ലാവരും കഴിച്ചു. നാരങ്ങ വെള്ളവും മുട്ട പപ്സും വാങ്ങി വെച്ചിട്ടുണ്ട്, എല്ലാവരും കഴിക്കണം. ആ പരിപാടി അത് നാണമില്ലല്ലോ. മൈത്രേയം പറഞ്ഞൊന്നും കേട്ടില്ല. മൈത്രേയം പറഞ്ഞതിനകത്ത് കിട്ടുന്ന സാധനമുണ്ട്. മൈത്രേയം പറഞ്ഞു ഈ പൃഥ്വിരാജിന്റെ സിനിമയൊന്നും അങ്ങനെ കാണാറൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് എന്തോ പറഞ്ഞു. അല്ലല്ല, അത് കോമഡി ഉണ്ട്. മൈത്രേയൻ പറഞ്ഞ അങ്ങനെ പൃഥ്വിരാജിന്റെ സിനിമയൊന്നും കാണാറൊന്നുമില്ല, അങ്ങനത്തെ അതില്ല, താല്പര്യമില്ല. ആ ചോദ്യം ചോദിച്ചപ്പോഴാണ് ഇയാളെന്ന് പറയുന്നത്. അല്ലാതെ മറ്റേ വന്നിട്ട് വെറുതെ പൃഥ്വിരാജിന്റെ കാര്യം പറയേണ്ട കാര്യമൊന്നുമില്ല. ഇല്ല. അപ്പൊ ഇത് ചോദിച്ചപ്പോൾ ഇയാൾ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോ ഈ ഫാൻസ് മുഴുവൻ മൈത്രേയന്റെ പോസ്റ്റിന്റെ അടിയിൽ ചെന്നിട്ട് ഭയങ്കര തെറി, ഇയാളെ ഊരത്തെറി. അതാണ് ഫാൻസിന്റെ ജോലി. അപ്പൊ തെറി പറഞ്ഞപ്പോ മൈത്രേയൻ പിന്നെ വന്നു കണ്ടു പറയാണ്, പ്രിയപ്പെട്ട പൃഥ്വിരാജ്, ഞാൻ താങ്കളെ ഇങ്ങനെ അപകീർത്തിപ്പെടുത്താന്നുള്ള ഉദ്ദേശത്തിലൊന്നും അല്ല അത് പറഞ്ഞത്. ഞാൻ അങ്ങനെ സിനിമ കാണാറില്ല. ഇപ്പൊ താങ്കളെ പ്രത്യേക രീതിയിൽ മോശമായിട്ട് ആരെങ്കിലും ചിത്രീകരിക്കാൻ വേണ്ടി ഇത് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ക്ഷമ ചോദിക്കുന്നു. താങ്കളുടെ സിനിമ ഞാൻ കാണുന്നതായിരിക്കും. നല്ല ഊക്കാണ്. മനസ്സിലോട്ടോ? അതൊന്നും മനസ്സിലായില്ല. അതെങ്ങനെ മനസ്സിലാണ്? ഫാൻസിന് ഇഷ്ടമായത് അപ്പൊ തന്നെ ഓക്കെ പൃഥ്വിരാജ് ഓക്കെ ആയി. മനസ്സിലായോ? പൃഥ്വിരാജ് മനസ്സിലായില്ല. അതൊന്നും മനസ്സിലാവുന്നില്ല. ഇവർക്ക് എന്തെങ്കിലും മനസ്സിലാവുക പറഞ്ഞാൽ അവർ ഇങ്ങനത്തെ സിനിമ എടുക്കത്തില്ലല്ലോ. അയ്യോ എന്തൊക്കെ. അതെ, പൃഥ്വിരാജ് ബ്രില്യൻസ് ലൂസിഫർ കാല് വെക്കുന്ന സീനിൽ മോഹൻലാൽ ബാക്കിലോട്ട് ചാടാതിരിക്കാൻ 2 പോലീസ് കോൺസ്റ്റബിൾ വന്ന് താങ്ങി പിടിച്ച് സപ്പോർട്ട് ചെയ്യുന്നത് ഈസ് ബ്രില്യൻസ്. അതെ, കൗണ്ടർ വീടായിരിക്കാൻ ഇങ്ങനെ പിടിച്ചേക്കുവാ. അതെ, അറിയോ, അത് മുണ്ട് മടക്കുന്നത്. അത് ഫീമെയിൽ ഫാൻസിന് വേണ്ടിയുള്ളതാ. മനസ്സിലാവണ്ടോ? ഏട്ടന്റെ മറ്റേ പഴയ സാധനം ബോഡി കാണിച്ചിട്ട് അങ്ങനെ പറഞ്ഞില്ലേ ഈ പ്രായം വെച്ചിട്ടേ. നടു എന്നൊക്കെ പറയണം. അയ്യോ നടു. എന്തിനാണ് ഈ പണിക്കൊക്കെ പോകുന്നത്? ഉണ്ടോ അത്? എന്തെങ്കിലുമൊക്കെ പറ്റുന്ന പണിയെടുത്താ പോരെ. ഒരു 10-64 വയസ്സുള്ള ഒരു വല്യപ്പനായിട്ട് അങ്ങ് അഭിനയിച്ചു നോക്കിയേ, നന്നായിരിക്കും. മോഹൻലാൽ ഒരു 64 ഇയർ ഓൾഡ് വല്യപ്പനായിട്ട് അഭിനയിക്കട്ടെ, ഗംഭീരമായിരിക്കും. അയാൾക്ക് പറ്റും. ഇവിടെ ഒരുപാട് അപ്പൻ റോളുകൾ ചെയ്യാനുണ്ട്. വല്യപ്പൻ റോള് അതൊക്കെ ചെയ്യണം.
ഇതങ്ങനല്ലല്ലോ. ഇത് ഒരു വല്യപ്പൻ ഇറങ്ങിയാണെന്ന് ആൾക്കാരെ പിടിച്ചോണ്ട് എന്തിനാണ് ഈ എനിക്ക് 65 വയസ്സുള്ളവരൊക്കെ വല്യപ്പൻ അല്ലേ ഇവിടെ വിളിക്കും? പിന്നല്ല അതാ അപ്പാപ്പൻ. അല്ല അപ്പാപ്പനല്ലേ? ആ അപ്പാപ്പനാണ് മോഹൻലാല്. മറ്റേത് അപ്പാപ്പനാണ്. അപ്പാപ്പനാണ്. ഈ മമ്മൂട്ടി ലാലാണ്. ലാലപ്പാപ്പനാണ്. അപ്പാപ്പനാണ്. ഈ മമ്മൂട്ടി എന്തിനാ ഈ മാസ് കാണിപ്പിക്കുന്നത് എനിക്കറിയാത്ത. ഇവര് മാസ് കാണിച്ച് ആർക്കും വേക്കൂ. എടോ ഇതാണ് ഇവിടുത്തെ ഓഡിയൻസ് ഡിമാൻഡ് ചെയ്യുന്നത്. ഫാൻസ് മനസ്സിലുണ്ടോ? ഫാൻസിന് വേണ്ടിയാണ് ഈ മാസ്. അല്ലാതെ എന്ത് മാസ്? ആർണോൾഡ് ഷ്വാസ്നഗറിന്റെ മാസ് കണ്ടോ? ഞാൻ കണ്ടല്ലോ അയാൾ മാസ് കാണിക്കണമെന്ന്. അയാൾ വരുന്നു, തോക്കെടുക്കുന്നു, വെടിവെക്കുന്നു. കണ്ടാൽ നമുക്ക് തോന്നും അയാൾ വെടിവെക്കും എന്ന് തോന്നും. ഇതങ്ങനല്ല. ആര് വെടിവെക്കുന്ന കാര്യ? അർണോൾഡ് ഒന്നും വന്നിട്ട് മാസ് ഡയലോഗൊന്നും പറയാറൊന്നുമില്ല. 5 ഡയലോഗും പറയില്ല. സ്ലോ മോഷനിൽ നടക്കാറുമില്ല. അങ്ങനെ ഇനി അങ്ങനെ നടക്കുവാണെങ്കിൽ തന്നെ ആ സീനിന് അത് ആവശ്യമായിരിക്കും. അതെ അതെ. മമ്മൂട്ടി എന്തിനാണ് ഇംഗ്ലീഷ് ഡയലോഗ് പറയുന്നത്? ഏതോ ഒരു ഗുഡ് ബാഡ് ആൻഡ് ugly ആയിരിക്കും. If we are gonna shoot don't talk. ഒറ്റ വെടി. അത് ഇതാ ഗുഡ് ബാഡ് ആൻഡ് ugly. അത് എന്നത്തെ പടം? 1970. അത് അവന്മാർ ഈടെ കണ്ട അതിന്റെ മമ്മൂട്ടി അത് കണ്ടിട്ടുണ്ടോന്ന് അറിയത്തില്ല. നോക്കി വെച്ചതാ. മലയാള സിനിമയ്ക്കകത്ത് ഇടയ്ക്കിടയ്ക്ക് എന്തിന് ഇംഗ്ലീഷ് ഡയലോഗ് പറയുന്നത്? മലയാള സിനിമ ഇംഗ്ലീഷ് പറഞ്ഞാലേ ഇവിടെ കാര്യമുള്ളൂ. താനിത് എന്തോ ഒരുമായി ഒന്നും അറിയാൻ പാടാത്ത പോലെ ഇംഗ്ലീഷ് സംസാരിക്കുന്ന വേണം, സ്ലോ മോഷൻ വേണം, കൂളിംഗ് ഗ്ലാസ് വേണം, കുറെ ഉടുപ്പിടണം. ഇതുണ്ടല്ലേ വണ്ടി കാണിക്കണം. കൂളിംഗ് ഗ്ലാസ് വെച്ചേക്കണ ചുമ്മാ വെറുതെ ഇരുന്ന് പറഞ്ഞാൽ അത്ര ഇതാവില്ല. ഞങ്ങൾ പറഞ്ഞല്ലോ ഇംഗ്ലീഷ് ഒക്കെ. വി ടോക്ക് ഇംഗ്ലീഷ്. റിവെഞ്ച് ഈസ് ബെസ്റ്റ് ഓർ കോൾഡ് എന്ന് പറഞ്ഞു. ഇംഗ്ലീഷ് ഈസ് ഗ്ലോബൽ ലാംഗ്വേജ്. അതെ തന്നെ. ഡോക്ടർ കീപ്സ് അവേ എന്ന് പറഞ്ഞു. അങ്ങനെ എന്തെല്ലാം അറിയാൻ ഞങ്ങൾക്ക്. Sunday and Saturday holidays. Yeah. That's true, you know. Very true. Yeah. Because bird എന്നൊന്നും ഞാനും പറയില്ല കേട്ടോ. നാർക്കോട്ടിക്സ് ഇസ് എ ഡേർട്ടി ബിസിനസ്. നാർക്കോട്ടിക്സ് എന്നല്ല, ഡ്രഗ്സ് ഇസ് എ ഡേർട്ടി ബിസിനസ് എന്നാണ് ഗോഡ് ഫാദറിൽ പറഞ്ഞത്. ആരും അറിഞ്ഞില്ല. പറഞ്ഞു പോയതേ ഉള്ളൂ. എന്തോ പറയുന്നവിടെ പറഞ്ഞാ ഇവിടുന്ന് ആരോ കേട്ട്. ഇതാണ് മെയിൻ. ഒരു ഇംഗ്ലീഷ് സിനിമയിൽ ആ സാധനം പറയിപ്പിക്കാൻ വേണ്ടി ബേസ് ഒക്കെ കയറ്റി വെറുതെ പറഞ്ഞു പോകുന്നതിനിടയ്ക്ക് പറയുന്നുണ്ട് ഡ്രഗ്സിന്റെ കാര്യം. ഡ്രഗ്സ് അങ്ങനെ അത്രേ ഉള്ളൂ. ഇങ്ങനെ പറഞ്ഞതിന് ഇവിടെ എന്റെ അറിയാവുന്നവരോട് ഞാൻ പണ്ട് പറഞ്ഞിട്ടുണ്ട്, നാർക്കോട്ടിക്സ് ഈസ് എ ഡർട്ടി ബിസിനസ്. എഴുതി കൊടുത്തൊരു 10 പ്രാവശ്യം പഠിച്ച് എന്നിട്ട് ഇങ്ങനെ നിന്ന് ആക്ഷൻ എന്ന് പറയുമ്പോ ഇങ്ങനെ പറയും, എന്നെ അറിയാവുന്നവരോട് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, നാർക്കോട്ടിക്സ് ഈസ് എ ഡർട്ടി ബിസിനസ്. ഇങ്ങനെ കാണിക്കും. പിന്നെ ലാലേട്ടത്തിന്റെ പുള്ളി എന്തായാലും അഗ്രി. ലാലേട്ടൻ പുള്ളിക്ക് അത്ര വേറെ സാധനമുണ്ട്. പൃഥ്വിരാജ് സംവിധാനം ചെയ്യുന്ന സമയത്ത് പൃഥ്വിരാജിനെ സെർന്ന അഭിസംബോധനയുള്ളൂ ഇയാള്. അത് ഭയങ്കരമായി ക്രൂരനായ ഡയറക്ടറാണ്. ഇതാണോ ക്രൂരത? പറഞ്ഞു ഭയങ്കര ക്രൂരനായ ഡയറക്ടറാണ്. ഇത്രയും ക്രൂരത നീ എന്നാലും ക്രൂരത അല്ല, ഇത് ചതിയനും കൂടാ. ചതി, വഞ്ചന, പ്രതികാരം, റിവെഞ്ച് എല്ലാം ഉണ്ട്. എന്തൊരു മനുഷ്യരാടാ ഇതൊക്കെ. ചെയ്യരുത് കേട്ടോ പൃഥ്വി. ഒന്നുമില്ലേലും ജീവിച്ചു പോട്ടാ. എന്തേലൊക്കെ ചെയ്ത് പോട്ടാ പാവം. ഇനി ഒരേ ഒരു പ്രതീക്ഷയേ ഉള്ളൂ, പരസ്യം. ബിഗ് ബോസ് റീൽസ് ചെയ്യുന്ന നല്ല പൈസ ഉണ്ട്. ഇവരെന്നെ ഇതിന് ചെയ്യുന്നത് ഇവർക്ക് അറിയത്തില്ല. ഇവർക്ക് ഓൺലൈനിൽ ബിസിനസ് ചെയ്തൂടെ? തിയേറ്ററിൽ കൊണ്ടുപോയി ഒരു മാസം 5-10 ലക്ഷം രൂപ കിട്ടും. ഇതന്നെ ഒരു വർഷത്തേക്ക് 1 കോടി മുടക്കിയിട്ട് വേറെ ഇച്ചിരി കിട്ടുമെന്ന് അത് വലിയ കാര്യമാണ്. ഇവർക്ക് എന്ത് സിനിമ എടുക്കണമെന്ന് ഇത്ര നിർബന്ധം അല്ലേ? ശരിയല്ലേ? അതെ അതെ. ഇത്രയും വലിയ ക്യാമറ വേണ്ട, നല്ല ഡീസന്റ് ആയിട്ട് ചെയ്യാൻ പറ്റും. മോലെ കുറെയൊക്കെ ചെയ്തതാ, കുക്കിംഗ് വ്ളോഗ്സ്, പച്ചക്കറി വ്ളോഗ്സ് ഒക്കെ ചെയ്തതാ. പക്ഷെ പിടിച്ചില്ല, ആർക്കും ഇഷ്ടപ്പെട്ടില്ല.
ഇതെങ്ങനെയുണ്ട് ക്യാമറ ഇതിലോട്ട് ഫോണിലോട്ട് കണ്ടു പതുക്കെ ഇത്രയും മാത്രം വെക്കാറില്ല. ഇത് പ്രത്യേകത ലൈവ് ആയിട്ട് ഇതാണ് ഇൻസ്റ്റഗ്രാം ലൈവ്. അതെ അടിപൊളി സ്ഥാനം കണ്ടിട്ടുണ്ടോ? ഇൻസ്റ്റാഗ്രാം ലൈവ്. ഇൻസ്റ്റാഗ്രാമിൽ പിള്ളേർ ഫോട്ടോ എടുക്കുന്നത് ഇങ്ങനെ ഇരിക്കും. ഇത്ര കാണുള്ളൂ. ഉണ്ടോ? ഇതൊരു പ്രത്യേക പരിപാടിയായി ഇപ്പോഴത്തെ. ഇങ്ങനെയൊക്കെ വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഏതാണ്ട് പോലെ. ഈ കഴിഞ്ഞ ദിവസം ഇവിടെ ഒരാൾ പാർട്ടി ഇരിപ്പുണ്ടാന്ന് മൊബൈലൊക്കെ പിടിച്ചിട്ട് കുറച്ച് നമ്മളത് കണ്ടിട്ടുണ്ട് കേട്ടോ നേരത്തെ. എന്താണെങ്കിലും ഇൻസ്റ്റാഗ്രാം വരുമ്പോ അങ്ങനെ ആകുന്ന ഇൻസ്റ്റാഗ്രാം നോക്കിയിരുന്ന് ഇങ്ങനെ എടുക്കാൻ പറ്റത്തുള്ളൂ. ഫോട്ടോ എടുക്കുമ്പോ അറിയാതായി പോകും. പകുതിയേ വരത്തുള്ളൂ. ഇങ്ങനെ ഇതാണ് ഫ്രെയിം. ഈ ഫ്രെയിമിലാണ് പിന്നെ ബാക്കി കാര്യങ്ങളൊക്കെ സാധനം കാണും ചിലപ്പോ. അല്ല തനിക്കില്ല. എങ്ങനെയാണ് പഴയ സാധനം അറിയാവോ? ഇങ്ങനെ വെച്ചിട്ട് ഒരു സാധനം കാണിക്കുന്ന സെൽഫി എടുക്കുന്ന ഇങ്ങനെ ക്യാമറ പിടിച്ചിട്ട് ഫേസ്ബുക്ക് ഇതാണ്. ഇങ്ങനെയാണോ? നേരെ അത് സ്ട്രേറ്റ്. അത് ശരിയാ. ഫേസ്ബുക്ക് അങ്ങനെ ലൂസിഫർ മുണ്ട് പൊക്കിയ സീൻ ലൈവായിട്ട് എടുക്കാമോന്ന്. മോഹൻലാൽ ഷുഡ് സ്റ്റാർട്ട് ആക്ടിങ് ഹിസ് ഏജ്. സൂപ്പർ മൂവി മസ്റ്റ് വാച്ച്. അതിനിടെ പാവപ്പെട്ട ഏതോ കുഴപ്പം എന്തോ അങ്ങനെ പറയുമായിരിക്കുമല്ലോ ചിലർക്ക് അത് ഇഷ്ടപ്പെടുള്ളൂ. അല്ല അതപ്പോ അവരുടെ ഇഷ്ടം അങ്ങനെയാണെങ്കിൽ അവർ കണ്ടോട്ടെ, അതിന് കുഴപ്പമൊന്നുമില്ല. നമ്മൾ കാണുന്നില്ലെന്ന് പറയുന്നുള്ളൂ. കാണുന്നില്ലല്ലോ, കാണേണ്ട ആവശ്യമില്ലല്ലോ. നമ്മൾ കാണുന്നില്ല, കണ്ടവര് പറയുന്ന അഭിപ്രായം കേട്ടാൽ മതി. ഇപ്പൊ തീട്ടന്മാര് തിന്നേണ്ട കാര്യമൊന്നുമില്ലോ തീട്ടമെന്ന് അറിയാൻ. അതെ അതെ. നമ്മളിപ്പോ വഴിയിൽ ചാണകം കിടക്കുന്നു. ചാണകം കിടക്കുമ്പോൾ അല്ല എനിക്കത്രേ ഉള്ളൂ. നമ്മളിപ്പോ ചാണകം കിടക്കുന്ന കണ്ടു, അല്ല തീട്ടം കിടക്കുന്നുണ്ട്, ചാടി അങ്ങ് മാറി പോവാൻ അത്രേ ഉള്ളൂ. അല്ലാതെ അവിടെ വന്നിട്ട് ഇത് തീട്ടമാണോ എന്ന് കൺഫേം ചെയ്യണമെന്ന് ഒരാൾ എന്ന് പറയുക നമ്മളോട്. നീ അങ്ങനെ തീട്ടമാണെന്ന് വിചാരിച്ച് ചാടി ഒന്നും പോരുത്, അത് ചവിട്ടിപ്പോ നോക്കണമല്ലോ. അങ്ങനെയും വേണ്ട, അങ്ങനെയും വേണ്ട. ഇവന്മാരുടെ പ്രശ്നം അങ്ങനെയല്ല. ഇവന്മാര് തൊട്ട് തട്ടി എന്നാലും ഇവർക്ക് മനസ്സിലാവും ഇനി പറയുന്നത് തിന്നു നോക്കണമെന്നാണ്. അല്ല ഇതിപ്പോ വേറൊരു കാര്യം പറയാം. ഇപ്പൊ നമ്മളൊരു വഴിക്ക് പോകുന്നു, നമ്മളറിയുന്നവര് നമ്മളൊരു വഴിക്ക് പോവാണ്. അപ്പൊ നമ്മള് വഴിക്കുന്ന എടോ ഇപ്പൊ നമ്മളൊരു വഴിക്ക് ഇങ്ങനെ യാത്ര ചെയ്യുവാണ്. അപ്പൊ പെട്ടെന്ന് നമ്മളറിയുന്ന 1-2 പേര് ഇങ്ങോട്ട് വരുന്നു. എങ്ങോട്ടാ പോകുന്നതെന്ന് ചോദിക്കുന്നു. അപ്പൊ നമ്മൾ ഇന്ന സ്ഥലത്തേക്കാന്ന് പറയുന്നു. അപ്പൊ ഇവര് പറയാണ് ഈ വഴി പോകണ്ട, ഈ വഴിയിൽ മുഴുവൻ തൂറി വെച്ചേക്കാണ്, അപ്പൊ തീട്ടമുണ്ട്, അതിനകത്ത് ചവിട്ടേണ്ട വരും എന്ന് പറയുമ്പോ നമ്മൾ പറയാണ് ഓക്കെ അത് നമ്മൾ വിശ്വസിക്കണമെന്നില്ല. വിശ്വസിക്കണമെന്നില്ല. പക്ഷെ ഇവരുടെ കാലത്ത് തീട്ടം ഉണ്ടെങ്കിലോ? ഇവര് കണ്ടിട്ട് തീട്ടത്തിൽ ചവിട്ടി വന്നവരെ ഇവരുടെ കാലത്ത് തീട്ടമുണ്ട്, നമ്മളത് കണ്ടു, മനസ്സിലായോ? അപ്പൊ ഇവരിത് പറയും, അതേത് കണ്ടില്ല, കാലം മുഴുവൻ തീട്ടമാണോ, അവിടെ തീട്ടമുണ്ടോ, അങ്ങോട്ട് പോകണ്ട എന്ന് പറഞ്ഞാൽ നമ്മള് തീട്ടമുണ്ടോ, തീട്ടം തന്നെയാണോ എന്ന് ഉറപ്പ് വരുത്തിയേക്കാം എന്ന് പറഞ്ഞു. അതിന്റെ ആവശ്യമില്ലല്ലോ. അതൊക്കെ താൻ പൊക്കോ, പനി നീർത്തീട്ടം ഇന്റലക്ച്വൽ തീട്ടം തൂറി മെഴുകുന്നുണ്ടേ. ലാലേട്ടൻ ഇല്ലല്ലോ, എമ്പുരാനുണ്ടല്ലോ. അങ്ങനെ പറയരുത്. തീട്ടം എമ്പുരാൻ തീട്ടം നല്ലൊരു തീട്ടപ്പടമാ കാണാൻ പോകണ്ടോ. അയ്യോ എനിക്ക് പൃഥ്വിരാജിനെ ഇപ്പൊ സഹിക്കാൻ പറ്റും. അവനാണ് മോഹൻലാലിനെ വിടാം. ആ വിനീത് ശ്രീനിവാസനും എന്റെ അമ്മയെ ഇതിനെ രണ്ടിനെയും കൂടെ ആ വീട്ടിലെങ്ങാനും കൊണ്ടിരുത്തിയിട്ട് അമ്മയും മക്കളോട് ഇരുന്ന് എന്തെങ്കിലും കഥയൊക്കെ പറഞ്ഞിരിക്കാനുള്ളതിന് ഇവര് ഇറങ്ങി പുറത്തു വന്ന് പറയാം. പിന്നെ ഇറങ്ങി വരും വെളിയിലോട്ട്. ബുദ്ധിമുട്ടിക്കാണ് സിനിമ എടുത്ത ആൾക്കാർ. എന്താ കാര്യം എന്നറിയാം, ഇവര് രണ്ടുപേരുടെയൊക്കെ പ്രത്യേക എനിക്ക് തോന്നുന്നു ഇവർക്ക് കേരള സമൂഹത്തിനോട് എന്തോ വിദ്വേഷം. അങ്ങനെയല്ലടോ, ഇവരെന്ന് വെച്ചാൽ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാത്ത ആൾക്കാരാണെന്നുള്ളത് ഇവരുടെ അയൽവാസികൾക്ക് നല്ലപോലെ അറിയാം. ഈ പിള്ളേരെ ഈ പൃഥ്വിരാജൊന്നും അവരുടെ അയൽവക്കത്തോ അല്ലെ പരിസരത്തോ ഒന്നും വലിയ കമ്പനി നടിക്കാത്ത ഭയങ്കര വല്ലാത്ത രീതിയിൽ ജീവിച്ചു പോകുന്ന ഫ്രണ്ട് സർക്കിളോ അല്ലെങ്കിൽ കളിച്ച് അങ്ങനെ ഇടപാടോ ഇതെങ്ങാണ്ട് മറ്റേ നവോദയ നവോദയല്ലോ എന്താ മറ്റേ സൈനിക് സ്കൂളിലൊക്കെ പഠിച്ച അവിടെ 4-3 ഹിന്ദിക്കാരും വിവേകപുരമൊക്കെ ആയിരുന്നു തോന്നുന്നു കമ്പനി. അങ്ങനെ ഇങ്ങനെ കുറെ എണ്ണമായിട്ട് കമ്പനിയൊക്കെ അടിച്ച് ഇവന്റെ ഇങ്ങനെ മറ്റേ നടപ്പ് കണ്ടിട്ടുണ്ടോ?
പ്രത്യേക രീതിയിൽ നടപ്പിങ്ങി നടക്കും. ഇങ്ങനെയൊക്കെ നടന്നു വരുന്നവനെ കണ്ടാൽ തന്നെ ഒരുമാതിരിപ്പെട്ട ഒരു അടിപ്പിക്കും. അങ്ങനെ വരുമ്പോ തന്നെ അങ്ങോട്ട് പിടിച്ച് മാറ്റിയാണ് നിർത്തിയാണ്, ആ വഴി കൊളം പറയണം. അത് തന്നെ നമ്മുടെ അടുത്തോട്ടാ വരുന്നത്. ശരിക്കും ഇങ്ങനെയുള്ളവരൊക്കെ വരും നമ്മുടെ അടുത്ത്, ഇങ്ങനെ കമ്പനി അടിക്കാനായിട്ട് ഇങ്ങനെയൊക്കെ വന്ന് നിൽക്കും. കുറച്ച് കഴിയുമ്പോൾ അവനങ്ങ് പോകും, അവന് നിൽക്കാൻ പറ്റില്ല നമ്മുടെ അടുത്ത്. അത്രയും ഐറ്റമായത്. ഇതിനെയൊക്കെ അല്ലാതെ ഇപ്പൊ പരിചയപ്പെടുന്നു വിചാരിക്കും. ഇവൻ പൃഥ്വിരാജ് നമുക്ക് അറിയത്തില്ലെന്ന് വിചാരിച്ചു. അതെ, എന്നാലും പറ്റില്ല. അവൻ എങ്ങനെ, അവനോട് എന്ത് പറയാന്, എങ്ങനെ ടോളറേറ്റ് ഇങ്ങനെ ഒരു സാധനത്തിനെ ഇങ്ങനെ നടക്കുക? ഇമാതിരി ഐറ്റം ഒക്കെ എങ്ങനെ മസിലും പിടിച്ച് ഭയങ്കര സ്റ്റൈലിനാണ് ഞാൻ. ഏത് അതേത് പരിപാടിയോട്? അയ്യോ ദുബായ് സീൻ. അത് വിട്ടേക്ക്, അത് പോട്ടെ, നമുക്ക് മാത്രമേ അത് പോട്ടെ. അല്ല അതിനൊന്നും പറയുന്നൊന്നുമില്ല. ട്രൈ ചെയ്യാം. നല്ല സൂപ്പർ കമന്റ് ആണെന്ന് തോന്നുന്നു. നീ എന്നും മലയാളം സിനിമ കാണണ്ടടാ പൂണ്ടാഴ്ച അപരാധി ഓൺലൈൻ ഭിക്ഷാടകരെ. നീയൊക്കെ സിനിമ കണ്ടില്ലേലും മലയാള സിനിമയ്ക്ക് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. കക്കൂസ് ഫെല്ലോസ്. ഓക്കെ അന്നദാതാവേ, ഓക്കെ. തിയേറ്റർ ഭിക്ഷാടകർ. നീ ഒരു കോടീശ്വരനായ മോഹൻലാൽ ആരാധകനായിരിക്കും അല്ലേ? കോടീശ്വരനായ മോഹൻലാൽ ആരാധക ഞങ്ങൾ പാപ്പരാശികൾ. ഇന്ന് പണിക്ക് പോയിട്ടുണ്ടാവൂല. അല്ല, അവർക്ക് പണിയുണ്ടല്ലോ, കോടീശ്വരനല്ലേ. അല്ല, കോടീശ്വരനാണെങ്കിലും പണിക്ക് പോകണമല്ലോ. ദിസ് ഈസ് റാങ് എന്ന് ജോൺ വിക്ക് ഒക്കെ ഇവിടെ കമന്റ് ഇടുന്നുണ്ട് കേട്ടോ. സിനിമ ആയതുകൊണ്ടായിരിക്കും. ഐമാക്സിന്റെ മുതലാളി വിളിച്ചെന്ന്. ആരെ? അങ്ങനെ ഐമാക്സിൽ ഇത് പ്രദർശിപ്പിച്ചെന്ന്. അത് വിളിച്ചു കൊണ്ടൊന്നും അങ്ങനെ പറഞ്ഞു. ഓ ലൂസിഫറെ മലയാളത്തിലെ ഭയങ്കര സിനിമയാണെന്ന് റിലീസ് ചെയ്തപ്പോ ഐമാക്സിൽ മുതലാളി വിളിക്കേണ്ടി വന്നു. ഇത് അതിനകത്തിടെ അതെന്തോ കളിയാണ്. എന്തുവരും തള്ളാനും അറിയത്തില്ല. എടാ അമീർ ഖാന്റെ പെങ്ങൾ അതിനകത്ത് അഭിനയിച്ചെന്നുള്ളത് അമീർ ഖാൻ അവസാനം പൃഥ്വിരാജ് അറിഞ്ഞു തന്നത്. അമീർ ഖാന്റെ പെങ്ങളാണ്. ഒരു കോള് വന്നെന്ന്, എന്റെ സിസ്റ്റർ നന്നായിട്ട് അഭിനയിച്ചു വന്നു. അപ്പോഴാണ് മനസ്സിലായത് ആ അഭിനയിച്ച നടി അമീർ ഖാന്റെ അനിയത്തിയോ ചേച്ചിയോ ആരാണ്ടാന്ന്. അത് കുഴപ്പമില്ല. വിട്ടേ. നാണം ഉണ്ടെങ്കിൽ തള്ളുമ്പോഴെങ്കിലും ഒരു മിനിമം ക്വാളിറ്റിയോട് കൂടി തള്ളണ്ടേ. വെറുതെ അങ്ങ് തള്ളുവാണോ? ഒരു എന്താ പറഞ്ഞ ഒരു നിലവാരം വേണ്ട തള്ളിന്. എന്തോ ഈ പറയുന്നേ? എന്റെ പൊട്ടന്മാരാണ് പെങ്ങള് വന്ന് അഭിനയിച്ചത് പൃഥ്വിരാജ് സെറ്റിൽ ആരും അറിഞ്ഞില്ല. പിന്നെ അത് കഴിഞ്ഞപ്പോ അമീർ ഖാൻ വിളിച്ചു പറഞ്ഞെന്ന്. എന്റെ അവര് പോയി കഴിഞ്ഞപ്പോ എന്റെ പെങ്ങൾ എങ്ങനെയുണ്ട്, നന്നായി അഭിനയിച്ചോ എന്ന് ചോദിച്ചു. ഞെട്ടിപ്പോയി. അപ്പൊ തന്നെ പൃഥ്വിരാജ് ഒരു അരമണിക്കൂർ ഞെട്ടിയോടെ ഇരുന്നു. ഓ അങ്ങനെ ഇങ്ങനെ ഞെട്ടി വെച്ചോ, പേടിച്ച് ചിരിച്ച് ഞെട്ടി തൂറിയോ? അതാ പടം തൂറിയല്ലോ. നിർത്തിക്കോ? ഞാനിത് ഷൂട്ട് ചെയ്ത് ശരിക്കും പറഞ്ഞാൽ ഐമാക്സിന്റെ ഫോർമാറ്റ് ഷൂട്ട് ചെയ്തേക്കുന്നത്. നേരെ ഓപ്പോസിറ്റ് സാധനം ചെയ്തേക്കുന്നത്, ഷൂട്ട് ചെയ്തേക്കുന്നത്. ഇനിയിപ്പം എന്റെ ഭ്രാന്തിന്റെ പുള്ളിയോടുള്ള കണക്ഷൻ വെച്ചിട്ട് എന്റെ ഭ്രാന്തി ഞാൻ അടുത്ത സിനിമ ഐമാക്സിന് ഷൂട്ട് ചെയ്യുമായിരിക്കും. പറഞ്ഞോ? അങ്ങനെ കൂടി പറഞ്ഞല്ലേ? അല്ല, ഇവൻ സ്വന്തമായിട്ട് ഇവൻ ഒരു ഭയങ്കരമായ ഡയറക്ടറാന്ന് വിചാരിക്കുന്നുണ്ട്. നടനും ഡയറക്ടറും ഒക്കെ ആണെന്ന് സ്വയം വിശ്വസിച്ച് വെച്ചേക്ക പുള്ളി. അവനെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഒരു രീതി നോക്കിയാൽ വേറൊരു കാര്യമുണ്ടോ? ഇവിടുത്തെ ഈ മറ്റേ ഐറ്റങ്ങളുണ്ടല്ലോ, ഇവിടുത്തെ ഒരു തരം ആളുകൾക്കുള്ള വിനീത് ശ്രീനിവാസനേലും ഭേദമാണെന്ന് തോന്നുന്നു. വിനീത് ശ്രീനിവാസനേക്കാൾ ഭേദമാണ്. അതുമല്ല, ഇവിടെയുള്ള ബാക്കിയുള്ള നിങ്ങളെയും പിന്നെ ഇവിടുത്തെ പ്രേക്ഷകരെ എല്ലാവരും നോക്കുമ്പോ ഇവനൊരു കുറച്ച് അവരുടെ ഒക്കെ ഇടയിലെ വലിയൊരാളെ പോലെ അതായത് ഈ സാധാരണക്കാരുടെ ഇടയിൽ ഇങ്ങനെ ടൈറ്റൊക്കെ വലുതല്ലേ. അപ്പൊ എങ്ങനെയാ സാധാരണ മനുഷ്യരുടെ ഇടയിൽ ഈ സാധനം ഭയങ്കര ഭയങ്കര സംഭവം. ഹെലികോപ്റ്ററും യാച്ചും ഡിഫൻഡറും കാറും. ഡിഫൻഡർ ഉണ്ട്, തോക്കുണ്ട്, കൂളിംഗ് ഗ്ലാസ് ഉണ്ട്, ജാക്കറ്റ് ഉണ്ട്. എംപുരാൻ ഈസ് ആവറേജ് മൂവി, ബിലോ ആവറേജ് മൂവി. എന്താടാ കല്ലൂര് മറ്റേ നമ്മുടെ സ്റ്റേഡിയം ലിങ്ക് റോഡ് എന്ന് പറ. ലിങ്ക് റോഡ് മറ്റേ സ്റ്റേഡിയം ലിങ്ക് റോഡിൽ അൽത്താസയുടെ ഓപ്പോസിറ്റ്. അൽത്താസ ലൊക്കേഷൻ ഇട്ടാ മതി. സ്റ്റേഡിയം കല്ലൂർ അൽത്താസ ലൊക്കേഷൻ ഇട്ടാൽ അതിന്റെ നേരെ ഓപ്പോസിറ്റ് പോയാൽ അതെന്തൊരു ടോക്കാണ് ബേബി. ഫോൺ കൊടുത്ത് നമ്മൾ പരിപാടി. ഓക്കെ ഞങ്ങൾ കുറച്ച് തിരക്കിലാണ്. ഞങ്ങളോട് വന്നില്ല. ഞങ്ങൾ ഭയങ്കര തിരക്കിലാ. ഓക്കെ ഗുഡ് ബൈ. അങ്ങോട്ട് കൊടുക്ക്, ഷാനോട് സംസാരിക്കട്ടെ.
വേൾഡ് ക്ലാസ് ആക്ടർ ലാലേട്ടനെ തീട്ടം തിന്നുമുള്ള യോഗ്യത പോലും ഇല്ലെന്ന്. അതിന് ആരുടെ ഇവിടെ ലാലേട്ടൻ തീട്ടമൊക്കെ നീയൊക്കെ പോയി തിന്നോണ്ടിരിക്കുന്നത് നമ്മുടെ കുഴപ്പമില്ല. യോഗ്യത ഉള്ളവര് തിന്നോ, നമുക്ക് വേണ്ട, ചോദിച്ചല്ലോ. അതാരാ അത് മോഹൻലാൽ മൂത്രം കുടിക്കാന്ന് മറ്റേ കൊല്ലം തുളസി മൂത്രം കുടിക്കുവാന്ന്. മോഹൻലാലും കുടിക്കുന്നു. പുള്ളി അത് പുറത്ത് പറയാറുള്ളത്. ഇയാള് പറഞ്ഞു. അത് കേട്ടിട്ടാണോ ഇവന്മാർ ഈ മോഹൻലാൽ വീട്ടൊക്കെ തിന്നുന്നവരായിരിക്കും. തൂറി കൊടുത്താ എടുത്തോണ്ട് ഓടോ. ഇപ്പൊ ലാലേട്ടൻ തൂറിയതല്ലെന്ന് പറഞ്ഞ് വീട്ടിൽ എന്റെ പാട്ടിട്ട് എന്റെ വീഡിയോ അതിനടുത്ത് എന്റെ തീട്ടപ്പാട്ടുണ്ടല്ലോ. ഇന്ന് ഞാൻ തീട്ടപ്പാട്ട് റിലീസ് ചെയ്തിട്ടുണ്ട്. നൈസ് സോങ്. പിന്നെ അത്രയും നല്ല ലവ് സോങ് മലയാളത്തിലില്ല. നമ്മൾ എന്തോ ചെയ്താലും ഒരു കാര്യമുണ്ട്. ആദ്യത്തെ അവസാനം അത് ഒരെണ്ണം ചെയ്യുമ്പോ അങ്ങനെ ചെയ്യാവൂ. ഇത് കണ്ടാന്നോ? സോസേക്കുന്നായിപ്പോയി. നേരത്തു മിഞ്ചാരെ വന്നണയാൻ കൊതിയാറു തീട്ട കൊതിയുന്ന സുന്ദരി പെണ്ണെ എന്റെ തീർത്ഥം, എന്റെ തീർത്ഥം, എന്റെ ആശ്വാസം, തീർത്ഥം, എന്റെ നൈവേദ്യം, തീർത്ഥം, എന്റെ പുണ്യം, എന്റെ തീർത്ഥം. അയ്യോ അത് പോയി. കണ്ടികൾ സൂക്ഷിക്കുന്ന എന്റെ പ്രാണനാണ് നിന്റെ കണ്ടികൾ മമുള്ള കൂടിയിൽ വിളയുന്ന പൊൻകണ്ടിയെ. വയലാറ് തോറുക ഇങ്ങനെ. ഈ ആൽബം റിലീസ് ആയിട്ടുണ്ട് കേട്ടോ. എന്തായാലും പോഡകാസ്റ്റിലൊക്കെ ഉണ്ട്. ഇതെന്താ ആൽബം റിലീസ് ആയിട്ടുണ്ട്. ഞാൻ ഇത് കേട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടൊരു പാട്ട്. ഞാൻ തന്നെ ചെയ്തതാണെങ്കിലും ഇതിന്റെ നമ്മൾ തീട്ട ലവ് സോങ്, മലയാളം ലവ് സോങ് ഒന്നുകൂടെ കേൾക്കാൻ വേണമെങ്കിൽ. ഗന്ധം മുല്ലപ്പൂവാസന പോലെ കണ്ടികൾ സോസേജ് പോലെ എനിക്ക് കൊതിയാണ്. സോസേജ് ഒക്കെ കൊതിയല്ലേ, അത് നമ്മളത് ശ്രദ്ധിക്കണം. നേരത്തു നെഞ്ചാരെ വന്നണയാൻ കുളിക്കുന്നൊരു സുന്ദരി പെണ്ണെ മെഴുകൂ. ഇത്ര നല്ല ലവ് സോങ് ഇവിടെ ആര് ചെയ്തിട്ടില്ല അല്ലേ? എക്സ്ട്രീം ലവ്, ദ ഫെറ്റിഷ്, ദ പൂപ്പ് ഫെറ്റിഷ്. എന്നോട് പൂപ്പ് ഫെറ്റിഷ് സോങ്സ് പറ്റത്തില്ല. ഹയ്യാന്ന് എനിക്ക് കേട്ടിട്ടേ അത് മിസ്സുണ്ടോ? നീ അവളെ കാണാൻ തോന്നുന്നു. ആണോ? വിളയുന്ന പൊൻകണ്ടിയെ. മതിയുടെ നൃത്തം എനിക്ക് എന്തോ പോലെ വരുന്നു. എന്താ തീട്ടം പിന്നെ കാണാൻ തോന്നുന്നു. അവളെ ഓർമ്മ വന്നോ? എന്തോ ഒരു ഏതൊരു കാമുകിയാണ് അല്ലേ അത്. അത്രയ്ക്കും അത്ര സ്നേഹം, ആ പ്രേമത്തെ പറ്റിയൊക്കെ പറയുമ്പോ ഇങ്ങനെ ഒരു വർണ്ണന ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ട്. കുറെ എണ്ണം കുറെ തൊലിച്ച പാട്ട് കൊണ്ടാണ് ഇതൊക്കെ ചെയ്യാൻ പറയാ. അതിനകത്ത് ഇതിനകത്ത് ഒരു വാക്ക് മാറ്റിണ്ടോ? ഒരു വാക്കേ തീട്ടമല്ലാത്ത ബാക്കിയല്ല മലയാള സിനിമയിലുള്ള. നിന്റെ ഇപ്പൊ തീട്ടം മാറ്റിയിട്ട് വേറെ എന്തിട്ടാലും നിന്റെ പല്ലെന്നോ നിന്റെ നാണം എന്നോ മാറ്റിയിട്ടിട്ട് ആ പാട്ട് വേണമെങ്കിൽ കേൾക്കാം നാളെ. നിന്റെ കാർക്കൂന്തൽ, നിന്റെ കൂന്തൽ, എന്റെ തീർത്ഥം, അങ്ങനെയൊക്കെ പറഞ്ഞ് മാറ്റി ഇടുമ്പോ ആ പാട്ടായി. ഇവിടെ എല്ലാം എന്തോ ഉള്ളത്. പക്ഷെ നമ്മളത് വെറൈറ്റി ആക്കണം.
ഇതും ശരീരത്തിന്റെ കഞ്ചാവ് അടിച്ചാൽ ക്രിയേറ്റിവിറ്റി വരുമോ? ഇല്ല, അങ്ങനെ നിർബന്ധമൊന്നുമില്ല. ക്രിയേറ്റീവ് ആയിട്ടുള്ളവർക്ക് കഞ്ചാവ് അടിച്ചാൽ ചിലപ്പോൾ തോന്നും ക്രിയേറ്റിവിറ്റി വന്ന പോലെ. അത് വെറും തോന്നല. അല്ല പിന്നെ അത് എഴുതി കഴിഞ്ഞ് പിന്നെ കെട്ടിറങ്ങി നോക്കുമ്പോ മനസ്സിലാവും. അപ്പൊ അടിച്ചിട്ടൊന്ന് എഴുതി വെച്ചു, അടിച്ചിട്ട് എഴുതി വെച്ചാൽ അപ്പൊ മനസ്സിലാവാതെ എഴുതി എന്തുവാന്ന് പോലും ഓർമ്മ കാണത്തില്ല. അപ്പൊ ഇതെന്തോടെ എഴുതി വെച്ചേക്കുന്നത് അങ്ങനെയുള്ള ഞാൻ ചിലപ്പോൾ പറയാതെ ക്രിയേറ്റിവിറ്റി കൂടി തോന്നും കേട്ടോ. എടാ തടിയാ, നിനക്ക് ജീവിതത്തിൽ ഒന്നും വാങ്ങാൻ പറ്റാത്ത ഫ്രസ്ട്രേഷൻ ആണോ എന്ന്? അതെടാ കറക്റ്റാ. ആണെങ്കിൽ മോഹൻലാൽ സൂപ്പർ ആവുമോ? എമ്പുരാൻ ഓടുവോ? അതുകൊണ്ട് കോക്ക് റിവ്യൂ കണ്ടു കോക്കിന്റെ റിവ്യൂ അയ്യോ എന്റെ പോക്കുണ്ടല്ലോ. അവരുണ്ട്. ഗൈസ് വെൽക്കം ടു ദി യൂട്യൂബ് ചാനൽ. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ലൈവ് ഉണ്ട് ഗൈസ്. സോ അത് ഇതിലൂടെയാണ് ഗൈസ്. പോഡ്കാസ്റ്റ് ചാനൽ, പോഡ്കാസ്റ്റ് പോലത്തെ പരിപാടി ഞങ്ങൾ ഇടയ്ക്കൊക്കെ ഇരുന്ന് ഇവിടെ ഇരുന്നിങ്ങനെ യോ 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 യോ. ഓ അത് കാണിക്കണം. ഞാൻ ഇത് കാണിക്കട്ടെ? വേണ്ട, ഇപ്പൊ വേണ്ട. വിങ്സോ ഇപ്പൊ വേണ്ടോ? പിന്നെ കാണിക്കാം. കുറച്ചുകൂടി അടുത്ത ചിലപ്പോ റീച്ച് കൂടിയാലോ. പുക്കിള് കാണിച്ച് റീച്ച് കൂട്ടാനുള്ള ശ്രമം നടത്തി അത് കാണിച്ചു കൊടുക്ക്. പക്ഷെ വേറെ കാര്യമുണ്ടോ? നല്ല ബുക്കളാണ്. പക്ഷെ നല്ല ബുക്കളാണോ അത്? ഷെക്സി അത് ഇത് പഠിച്ച് കളഞ്ഞിട്ട് വന്നിട്ട് നമുക്ക് പെയിന്റ് ചെറിയ കളറിങ് കൊടുത്തിട്ടെ അയാളുടെ ബുക്കിലോട്ട് അയക്കും. ഞാനില്ല വെറുതെ ബുക്കിലെ കണ്ടിട്ടെന്ന് പറഞ്ഞോണ്ട് വെറുതെ അല്ലേ. അതെ, അപ്പൊ കാണുന്നോണ്ടിരിക്കുന്നവർക്ക് എന്തൊക്കെ തോന്നും? നമുക്കെന്നെ തോലെ പോയി. ബാക്കിയുള്ള കാര്യം പറയണം പ്രത്യേകിച്ച് അല്ലേ? പുക്കിൾ ലവേഴ്സ്, പുക്കിൾക്കുടി ബന്ധം, പുക്കിൾക്കുടി ബന്ധം, പുക്കിൾക്കുടി, ഗ്ലൂക്കോസ് പൊടി, പുക്കിൾപ്പൊടി 80 മധുരമുണ്ട്. അടിപൊളി സാധനം. 80 മധുരം. ബോയ്സ്, ഞാൻ പോഡ്കാസ്റ്റ് കാണാറുണ്ട്, നല്ല സ്ട്രെസ് ബസ്റ്റർ ആണെന്ന്. അത് കൊള്ളാം. യൂഷ്വൽ സസ്പെക്ട്സ് അല്ലേ? അതെ അത് ആദ്യം പറഞ്ഞ ഇപ്പഴാണ് അത് കേട്ടെ. അയ്യോ താൻ എന്തോട് താനെന്താ അടിച്ചത്? എന്റെ അമ്മി, അരമണിക്കൂർ കഴിഞ്ഞ്. ഇത് ലൈവ് അല്ലേ? അരമണിക്കൂർ കഴിഞ്ഞ് 200 കോടി അടിക്കുമെന്ന്. അടിക്കട്ടെ, എന്നാലും ഇതുപോലത്തെ ഇനിയും പടം അവർക്ക് എടുക്കാൻ പറ്റും. ഇനി ഈ ട്രൈ കാശ് ഉണ്ടാകുന്ന വേറെ വല്ല പിള്ളേര് ഒരു പടം എടുത്തേന്. വേറെ കാര്യമുണ്ട്. ഇയാള് മറ്റേ രാജമൗലി ആവാൻ നോക്കിയതാ. ശരിക്കും. പിന്നെ അല്ലാതെ ഇവിടുത്തെ അംബാസിഡർ ആവുമെന്നും പറഞ്ഞാണല്ലോ മലയാള സിനിമയുടെ അംബാസിഡർ. അപ്പൊ ഒരു വീഡിയോ ഉള്ളതാ, അംബാസിഡർ ആവാൻ പോയിട്ട് അവനൊരു മാരേജ് 800 നിലവാരം പോലും ഇല്ലത്. ഒരു അണ്ണൻ മോഹൻലാൽ ഫാൻ. മറ്റേ മൂക്കില്ലാതെ പറഞ്ഞു, ഒരു കിളവിയെ മേക്കപ്പ് ഇട്ട് കൊണ്ടുവന്ന് നിർത്തിയാൽ ഞങ്ങൾക്ക് മനസ്സിലാവില്ലെന്ന് കരുതിയോന്ന്. ഒരു തള്ളയെ മേക്കപ്പ് ഇട്ടുകൊണ്ട് വന്ന് നമ്മളെ പറ്റിക്കാൻ നോക്കിയാൽ ഞങ്ങൾക്ക് മനസ്സിലാവില്ലെന്ന് കരുതി എന്ന് പറഞ്ഞ പോലെ പൃഥ്വിരാജോട് ചോദിക്കുന്നത്. വയസ്സായി ഭാരതി 800 തല്ലിക്കൂട്ടി അംബാസിഡർ ആണെന്നും വന്നേക്കോ കള്ള വിടുവാ. ഇന്നിറങ്ങണം ഈ അംഗത്തട്ടി ഈ ടെറിട്ടറി. ഇത് പഴയ ബോംബ് തന്നെ അനമോർഫിക് ലെൻസ് ഷൂട്ട് ചെയ്തപ്പോ ഇങ്ങനെ ആയെന്നേ ഉള്ളൂ. ഒരു ബോംബ്, 2 ബോംബ്, 12 ക്യാമറ, 3 യൂസ് ചെയ്യും, ബാക്കി 9 സ്റ്റാൻഡ് ബൈ. അതുകൊണ്ട് അത്രയും തന്നെ ക്രെയിന് ആളെ കൂട്ടി നിർത്തിയേക്കോ പുള്ളി. ഭയങ്കര സ്ട്രിക്റ്റ് ആണ് പൃഥ്വിരാജ്. ഈ സ്ട്രിക്റ്റ് എല്ലാം കാണിച്ചിട്ട് ആ സെറ്റിലൊക്കെ ജോലി ചെയ്ത ഒരു അവസ്ഥ ഓർത്ത് നോക്കി. ഇവൻ ഭയങ്കര ചാടാൻ നമ്പർ ഭയങ്കര പ്രശ്നക്കാരനാണ്. അതുമല്ല, വേറെ ഒരു ആള് എന്നോട് പറഞ്ഞു സെറ്റ് ഭയങ്കര പരിപാടിയാ, അതിനകത്തൊക്കെ വർക്ക് ചെയ്തവർക്കറിയാം. ഇതിനാണോ ഇവൻ ഈ ജാടയെ കാണിച്ചത്? ഇവനെ കൊണ്ടൊന്നും കൂട്ടിയ കൂടെ പരിപാടിയാണ്. എനിക്കൊന്ന് അവന്റെ വിചാരം ഉണ്ടല്ലോ, ഇങ്ങനെ ജാടയെ കുറിച്ച് ഇങ്ങനെ ഇരുന്നിട്ട് പറഞ്ഞു കട്ട് ആക്ഷൻ, അയാളെ കട്ട്, അവന് ഇപ്പോൾ ഇവിടെ വേണ്ട, സെറ്റ് വേണ്ട എന്നൊക്കെ പറയുമ്പോ വേണ്ട വലിയ സംഭവമായെന്നുള്ളൊരു വിചാരമുണ്ട്. മനസ്സിലായോ? ഇങ്ങനെ ജാട കാണിക്കുമ്പോ എന്തോ അരഗന്റ് ആയിരിക്കുക, ഭയങ്കര റൂഡായിരിക്കുന്നു എന്ന് പറയുമ്പോ എന്തോ വലിയ എന്തോ ഭയങ്കരമാണെന്ന് അങ്ങ് വിചാരിക്കണം. പണി അറിഞ്ഞാ മതിടാ മോനെ.
പണിയെടുക്കാൻ അറിഞ്ഞാൽ മതി, അതറിയാൻ പാടില്ല. പണിയെടുക്കാൻ അറിഞ്ഞാലും തന്നെ ഇങ്ങനത്തെ അരഗൻസും ഇങ്ങനത്തെ ഒരു പണിയെടുക്കാൻ അറിയാവുന്നവർക്ക് ഇത്തരം നമ്പർ കാണിക്കാൻ സമയം ഉണ്ടാവില്ല, അവർക്ക് അതിന് ടൈം ഉണ്ടാവില്ല, അവർ പണിക്കകത്തായിരിക്കും. ഇവൻ പണിക്കകത്തല്ല, പണി അറിയാത്തവരാ കേട്ടോ ഇങ്ങനെ കല്ല് പോലെ ഇരിക്കുന്നു. അതെ, ഷോ കാണിക്കുന്നവർക്ക് പണി അറിയത്തില്ല. ഷോയാ, വെറും ഷോയേ ഉള്ളൂ. ഷോ കാണിക്കുന്ന ആരാണല്ലോ പണി അറിയാത്തതുണ്ട്. എല്ലാവരും എന്തിനാ അത് കാണിക്കുന്നത്? പണി ചെയ്താൽ പോലും. അത് ശരിക്കും പണി ചെയ്യാനല്ലേ വന്നത്, ഏതിനാ വന്നതെന്ന് അറിയത്തില്ല. ഷോ കാണിക്കാനാണോ പണിയെടുക്കാനാണോ? പണിയെടുത്തിൽ ഇത്രയും ഷോ കാണിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പാണ് പണി അറിയാത്തതുകൊണ്ട്. ശരിക്കും പണി അറിയാമെങ്കിൽ അവിടെ ഒരുപാട് പണിയുണ്ട്, മനസ്സിലായി? സമയമില്ല. കഴിഞ്ഞ പ്രാവശ്യം ലൂസിഫറിന്റെ ഒരു യൂട്യൂബ് വീഡിയോ കിടക്കുക, ഇവൻ മറ്റേ സ്റ്റഡി ക്യാമ്പും കൊണ്ട് ഓടുക, റിഗർ ഓടുന്ന പോലെ എല്ലാം കയറിയും എടുക്കുക. അതായത് പറമ്പിലൊക്കെ ആരെങ്കിലും തേങ്ങ ഇടാൻ വന്നാൽ അയാളെ അവിടെ മാറ്റി നിർത്തിയിട്ട് ഇവൻ തെങ്ങ കയറി തേങ്ങ ഇട്ടിട്ട് വരും, മനസ്സിലായോ? ഒരാള് പണി ചെയ്യാൻ വന്നേക്കും, അയാൾക്ക് പണി അറിയാം. ഇവനും അറിയായിരിക്കും തെങ്ങേക്കാരൻ എന്ന് പറഞ്ഞ ഒരാളെ കൂലിക്ക് വിളിച്ച് തെങ്ങ കയറ്റിക്കൊണ്ടിരിക്കുന്ന താനോട് മാറിയിരിക്കും, ഞാൻ കയറാന്ന് പറയുന്ന പോലെ. ഇവനെന്തോ പോടാ ചുമ്മാ എക്സ്ട്രാക്ഷൻ. അതിന് ആര് വിളിക്കും ഇവനേക്ക് അങ്ങോട്ട് ചെന്നാൽ അവന്മാര് ചോദിക്കും ആരാന്ന് ചോദിക്കും, പറഞ്ഞു വിടും പൃഥ്വിരായി പൃഥ്വിരായെന്ന്. അതിന്റെ ഇടയിൽ കൂടെ ഭയങ്കര മുമ്പിൽ കൂടെ ഇതിലെങ്ങനെ ഇറങ്ങി ഇതിലെ അവളെ ആക്ഷൻ കാണിക്കുന്നു, ശബ്ദം തന്നെ ഇടാത്തെ കാണത്തൊന്നുമില്ല ആരാന്ന്. പക്ഷെ എന്നാലും നിന്റെ ഈ ഭാഗം ഉണ്ടല്ലോ, ഈ വയറും തൊടയും കണ്ടിട്ടുണ്ട്. ഇവിടോട്ടിരുന്നോ? ഇവിടെ പറ്റത്തില്ല, ബലം പോരാ, അതുകൊണ്ടാ. അത് മറ്റേ ഒരു പാട്ട് പാടാം, അതൊന്നും ഇല്ല. ഒരു പാട്ട് പാടിട്ടു വാ ഇപ്പൊ വരാം. അതിന് മുമ്പ് നമുക്ക് അതല്ല, അത് പറ്റത്തില്ല. എന്നാ ഇവിടെ ഭയങ്കര അത് പിടിച്ചു വെച്ചോണ്ട് പാടുമ്പോഴാണ് അതിന്റെ അങ്ങനെയല്ല. അത് ശ്രദ്ധിച്ചോണം കണ്ടു. ഇവിടെ വല്ല ശബ്ദകോലാഹലം റെക്കോർഡ് ചെയ്തതായിട്ട് പുറത്തറിയുക ആരൊക്കെ എന്തൊക്കെയാ ചെയ്തത്. നീ ആവുന്ന ആൾക്കാർക്ക് മനസ്സിലാവുകയും ചെയ്യും, നിന്നെ എല്ലാവർക്കും അറിയുകയും ചെയ്യാം. എംബ്രാൻ ഷൂട്ടിംഗ് ആന്ന് വിചാരിച്ചു. അനാവശ്യം BGM ഒക്കെ എന്നാ പോയിട്ട് വാ മോളെ, പാട്ട് കേട്ടോ വേണമെങ്കിൽ. മറ്റേ എന്റെ പാട്ടുണ്ടല്ലോ അത് പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോണതൊക്കെ സ്വാഭാവികമാണ്, അത് പ്രശ്നമൊന്നുമില്ല. അവള് മറ്റേ വയറ് കണ്ടെന്നാ വിചാരിച്ചു. ഒന്നും കാണത്തില്ല. എങ്ങനെയാണ് നിന്റെ ഇത്ര ഒരു തുണി ഇങ്ങനെ പോയ പോലെ വലിയ കാര്യമായിട്ട് സംസാരിക്കാനുള്ളതില്ല. പോയിട്ട് വാ, നീ സീരിയസ് ആയിട്ട് സംസാരിക്കാൻ. അതിനാണ് നിന്റെ കോപ്പ് എടുത്തോണ്ട് പോടി. ചെരുപ്പും വേണോ? അല്ല ഈ ചെരുപ്പ് കൊടുക്കണം. എനിക്കല്ല, ഇത് വാദം ഉള്ളത് കൊണ്ട് ടൈലയിൽ ഇങ്ങനെ തണുപ്പത്തി കൊണ്ടിരിക്കുന്ന അതിനിടയിൽ കൂടെ ഇത് പോയി ആ ക്യാമറ വീഴണം. വീഴില്ല, ക്യാമറ വീണ പിടിച്ചാൽ മതി കേട്ടോടി. ഭാഗ്യം ജസ്റ്റ് ലൈറ്റ് വീണ. അല്ലോ, ഞാൻ അതൊക്കെ ഒളിച്ചിട്ട് ഇങ്ങോട്ട് വിട്ടതാ. അപ്പൊ ഈ കാലിലോട്ട് തിരിക്കണ്ട, ഇതുവഴി ഗ്യാപ്പില്ല, തട്ടിയാൽ അത് വീഴും. അപ്പൊ ഇതിനിടെ നേരെ പോയാൽ ആ കാല് കിട്ടത്തില്ല. അപ്പൊ താനത് വളരെ ബുദ്ധിപൂർവ്വം ഈ കാലെ തട്ടി ആ കാലിലോട്ട് വിട്ടു. അതെ, ഇങ്ങനെയാണ് ഇവര് സിനിമ ചെയ്ത് കഴിഞ്ഞിട്ട് ഡയലോഗ് അടിക്കുന്നത്. മനസ്സിലായോ? എവിടെയോ നമ്മള് കണ്ടത് ശരിയായില്ല. അതെ അതെ, നമ്മൾ ഉദ്ദേശിച്ചത് അതാണ്. എന്താ ഉദ്ദേശിച്ചത്? മനസ്സിലായത് എന്താണ്? അതിട്ടാണ്. അത് തന്നെയാണ് ഉദ്ദേശിച്ചത്, അതാണ് നമ്മൾ ഉദ്ദേശിച്ചത്. നിങ്ങക്ക് മനസ്സിലായില്ലേ? അത്രേ ഉള്ളൂ. നിന്റെ കടപ്പ് പോലീസ് മാറ്റി തരും, കാത്തിരുന്നോളാൻ. അതിന് അവര് വല്ല സ്പായ വല്ലോ തുടങ്ങിയോ? ആരാടോ? പോലീസുകാർ. നീയൊക്കെ ഹാപ്പി എൻഡിങ്. അങ്ങനെ താമസിയാതെ അവൻ അറിഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. അയ്യോ, ഇവിടത്തെ കുറെ വാണങ്ങൾ. രാജപ്പൻ മൗലി എന്റെ അറിയാ എമിനും ആളായിട്ടിരിക്കുന്നേ. അവരൊക്കെ അറിഞ്ഞോ ഇവിടെ ഇങ്ങനെ രാജമൗലി ഉണ്ടെന്ന്? വേറൊരാളാകാൻ ശ്രമിക്കുന്ന അത് മോശമല്ലോ ശരിക്കും. അങ്ങനെ ഒരാളുണ്ടോ? എടോ, ഇവന്മാരെല്ലാവരും അങ്ങനെയാ. ഇവിടെ ഉള്ളവര് മൊത്തം അങ്ങനെ. ഈ മലയാളത്തിലെ ഒരു നിവൃത്തിയിട്ടവന്മാരല്ല, അപ്പൊ വല്ലവരും കോപ്പി അടിക്കാനേ വരുന്നത്. ഇവന്മാര് കോപ്പി അടിച്ചോട്ട് ശരിയാവില്ല. അതുകൊണ്ടാണ് കേരളത്തിന് പുറത്ത് ഇവര് ഭയങ്കര കുഴപ്പമില്ലാത്തവരാന്ന് പറയണേ. ഇവർക്ക് നന്നായിട്ട് കോപ്പി അടിക്കാറില്ലല്ലോ, മനസ്സിലായോ? അപ്പൊ അതുകൊണ്ട് വേറെ പോലെ ഇരിക്കുള്ളൂ, വേറെ പോലെ ഇരിക്കും. മനസ്സിലാവുണ്ടോ? കോപ്പി അടിച്ചാൻ തോന്നത്തില്ല.
സത്യത്തിൽ കോപ്പി അടിക്കുന്നതാ, കോപ്പി അടിക്കാൻ അറിയാത്തോണ്ട്. നന്നായിട്ട് കോപ്പി അടിക്കാൻ അറിയാത്തോണ്ടേ അതെ. ഇത് ഉണ്ടാക്കി വരുമ്പോ ഭയങ്കര ചീത്തയായിട്ട് അപ്പൊ ഇത് കണ്ടിട്ട് എന്തോ ഭയങ്കര ട്രൈയാ നടത്തിയത്, വേറെയാ. എന്തോ വേറെന്തോ സംഭവം നടത്തിയതാണ് പുറത്തുനിന്നുള്ളവരുടെ നോട്ടം. ഏതാ ആന്റി പറഞ്ഞെന്ന് വെച്ചാല് ഉം. ഇത് നേരത്തെ ആ മറ്റേ കഥ അത്ര പോരാ എന്ന് പറഞ്ഞ പോലെയാണോ? ആ മനസ്സിലായി. ഇതേ സാധനം പുള്ളി കണ്ടപ്പോ വേറെ ഇല്ലേ ആയി പോയെന്നേ ഉള്ളൂ. നേരത്തെ opposite. അത് ശരിയാ. ബസൂക്ക പറ്റിപ്പറ, ബസൂക്ക പൊളി, മമ്മൂക്ക ബസൂക്ക മമ്മൂക്ക ബസൂക്ക. ബസൂക്ക ഓടോടോ. ബസൂക്ക ഹിറ്റാ. ബസൂക്ക തിയേറ്ററിൽ എന്താണെന്നറിയോ, അതുകൊണ്ടാണ് ഇവര് ലേറ്റ് ആക്കി കൊടുത്താ. മോഹൻലാൽ ജീവിച്ചു പോക്കോട്ടെന്ന്. മമ്മൂട്ടിയുടെ പടം വന്നു കഴിഞ്ഞ് ഇപ്പൊ ഇറങ്ങിയായിരുന്നെങ്കിൽ അങ്ങോട്ട് ഈ സാധനം പിന്നെ ഒന്നും ആരും പിന്നെ ഒന്നും പറയുക പോലും ഇല്ല. കാരണം ഇതിനകത്ത് ഈ കോട്ട് തൂട്ട് പിടിച്ചോണ്ട് ഇതിനെയല്ലേ കൊണ്ടിരുന്നത്. പക്ഷെ മറ്റയാള് വരുമ്പോ എങ്ങനെ ഇരിക്കും? മമ്മൂട്ടി മര്യാദ കാണിച്ചിട്ടുണ്ട്. ലുക്ക് ഭയങ്കര ലുക്കാണ്, അയാൾ ഭയങ്കര ലുക്കാണ്. അയാള് പണ്ട് കൊച്ചിലെ ഇയാള് മറ്റേ കോട്ടിട്ട് വന്ന പോലെയൊന്നും അല്ല. ഇയാള് കോട്ട് ഇയാള് കോട്ട് എനിക്ക് ഇയാളെ കാണുമ്പോഴേ ഇയാൾ കോട്ടിട്ട് വരണ കണ്ടപ്പോഴേ ICICI ബാങ്കിലെ മാനേജർ പറഞ്ഞ റീജിയണൽ മാനേജർ. അതെ. ആൾക്കാര് പറയുന്നുണ്ടായിരുന്നു ഈ സ്റ്റീഫന്റെ പോർഷൻ ഓക്കെ മുൻപ് സബ്ജക്ട് വന്നപ്പോ ഓക്കെ ആയിരുന്നു, ഈ കോട്ട് ഇട്ടപ്പോൾ പോയി എന്നാണ്. ഇവിടെ കോട്ടിടുന്നാണ് മെയിൻ സാധനം എന്നാണ് ഇവര് പറയുന്നത്. അപ്പൊ അത് പോയി എന്ന് പറഞ്ഞാൽ പിന്നെ എന്താ ഉള്ളത്? അത് മാത്രമേ ഉള്ളൂ. ഈ മലയാളത്തിന്റേതായ ഒരു സാധനം, ഈ വല്ലാത്ത മീശയും കൗളും ചാടി ഒരു വല്ലാത്ത ഹെയർ സ്റ്റൈലും ഒക്കെ ഉള്ള ഒരാൾക്ക് ഇവിടെ ഭയങ്കര അത് അങ്ങനെ കാല് ചെറുതാ. പ്രശ്നമാണ്. അതിങ്ങനെ ഇങ്ങനെ ഇരിക്കും. ഇങ്ങനെ അയാൾക്ക് ചെയ്യാൻ പറ്റുന്ന ശരി ഞാൻ പറയാം, വലിയൊരു ഉടല് ഇങ്ങനെ പിന്നെ ഇങ്ങനെ ഒരു കാർട്ടൂൺ ഇമേജ് പോലെയാണ്. മനസ്സിലുണ്ടോ? കാർട്ടൂൺ ഇമേജ് വരച്ചു വെക്കുന്ന ഒരു സാധനമല്ലേ, അതുപോലത്തെ ഒരു സാധനമാണ്. പക്ഷെ വേറെ കാര്യമുണ്ട്, ഇയാൾക്ക് ഇയാളുടെ പ്രായം വെച്ചിട്ടും ഇയാളുടെ വയസ്സ് വെച്ചിട്ടും ഇയാളുടെ ശരീരഘടന ശരീരവും വെച്ചിട്ട് ഇയാൾക്ക് അഭിനയിക്കാൻ അറിയാൻ പാടില്ലെന്നും നമ്മൾ ആരും പറയുന്നില്ല. അങ്ങനെ ഒരു അഭിപ്രായം നമുക്കുണ്ടോ? ഇയാൾക്ക് അഭിനയിക്കാൻ അറിയില്ല എന്നുള്ള അഭിപ്രായം. സിനിമയിൽ അഭിനയിക്കുന്നവർക്ക് എല്ലാം അഭിനയിക്കാൻ അറിയാം. ഇത്രയും കാലം അഭിനയിച്ച ഒരാൾക്ക് അഭിനയിക്കാൻ അറിയാൻ പാടില്ലെന്ന് പറയുന്നത് ശരിയല്ലോ. അഭിനയിക്കാനൊക്കെ അറിയാം. പ്രശ്നം എവിടെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇയാള് മറ്റേ വേറെ സാധനം പിടിക്കും. ഇയാളുടെ പ്രായമോ ഇയാളങ്ങ് വേറെ നാട്ടൊക്കെ ആയിട്ട് ഇവിടെ കിടന്ന വേറെ എന്തോ ഐറ്റം കാണിക്കും. എന്താണോ കാന്തശക്തി പോയോ? അയ്യോ മൈക്കാണോ പോയത്? എത്രയോ ജന്മമായി നിന്നെ ഞാൻ തേടുന്നു. അതെ ആയി. ഇന്ന് പോയാലോ? താഴത്തിടണം. ഓക്കെ യു കം ഹിയർ. ഞാൻ വരാം. ഞാനൊരു ട്രിക്ക് കാണിക്കാം ഇവരെ. ട്രിക്ക്. കരിമിഴിക്കുരുവിയെ കണ്ടില്ല. സ്പ്രേ അടിക്കട്ടെ. സ്പ്രേ അടിച്ചിരിക്കാടോ, എന്നാലാണ് മറ്റേ ഇത് കിട്ടുള്ളൂ. ലൈവൊക്കെ പോവല്ലേ. സ്പ്രേ അടിച്ചാലേ ചെറിയൊരു ഉഗ്ര സാധനം ഉള്ളത് മതി. ആ മുറി മൊത്തം മണം വരും ഇപ്പൊ. അതാ പറഞ്ഞേ. ചന്ദനമണി സന്ധ്യകളുടെ നടയിൽ നടനം തുടരുക രംഗവേദി മംഗളാരവം. വേണോ? തരള ഹൃദയ മധുര മധുര മനസ്സിൽ നിറയും മതിയ മതിയ മഹോത്സവം ഇങ്ങോട്ട് കാണിക്കും. ഇവിടെ കൂടെ ഞാൻ തിരിച്ചു വെച്ചാൽ ഇത് വീഴുന്ന കാണണമല്ലോ. അങ്ങോട്ടും ഇങ്ങോട്ടും കൂടെ നോക്കിയത് എന്റെ കണ്ണ് ഇങ്ങനെ പോകില്ല. രണ്ട് സൈഡ് കണ്ണ് വേണ്ട ഇട്ടേ. എടാ വീണടാ. പിടിച്ചേ. എടാ ഇത് വീണെന്ന്. പക്ഷെ ഇതിനൊരു ടെക്നിക്ക് ഉണ്ട്. അത് ഞാൻ എല്ലാം വീഴും. പക്ഷെ ഞാൻ ഇനി ചെയ്തത് എന്റെ ഇത് കഴിഞ്ഞു. എല്ലാം ഒരു തവണ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് വീണ്ടും വീണ്ടും ചെയ്ത് പ്രൂവ് ചെയ്യേണ്ട കാര്യമില്ല. ഞാൻ അതെങ്ങനെ ചെയ്ത് ഞാൻ തെളിയിക്കേണ്ട കാര്യമില്ല. അത് അയ്യോ എല്ലാം വീഴുന്നൊരു പരിപാടിയുണ്ട്. എങ്ങനെയാന്ന് ഞാൻ ഓർക്കുന്നില്ല. അത് കുറച്ചുകൂടി ഒന്ന് റോൾ ചെയ്താൽ എനിക്കറിയാം. അപ്പൊ കുറച്ച് അടുത്തിരിക്കും. പെർഫെക്റ്റ് ആയിട്ട് നേരെ വന്ന് വീണോളും. എങ്ങനെയാന്ന സാധനം ഞാൻ മറന്നുപോയി. എല്ലാം വീഴും. ഞാൻ അതോ ഒരു ദിവസം ഇത് മനസ്സിലാക്കിയതാണേ, മറന്നുപോയി. ഞാനത് ഇട്ടിട്ട് കുറച്ചു നേരം ഇങ്ങനെ മാസിലിരിക്കാൻ നിർത്തട്ടെ. മതി.
അടുത്ത ഗെയിം തുടങ്ങി. പക്ഷേ അതങ്ങ് മറന്നുപോയല്ലോ. തിരിച്ചു വെച്ചാൽ തന്നെ കാണുന്നില്ല. യു ആർ നോട്ട് ഇൻ ദ സ്ക്രീൻ. സ്ക്രീൻ. അണ്ണാ സിനിമ കണ്ടോ? എന്തിന് കാണണം? കോൺസെൻട്രേറ്റോ. അങ്ങനെ ഭയങ്കര സംഭവം പൊട്ടി ഇങ്ങനെ വരാൻ പോകുന്ന വല്ലതും പറയണോ? ഫീൽഡ് ഔട്ട് ആയല്ലേ? ഫീൽഡ് ഔട്ട് ആയടാ. ആയിട്ട് കുറച്ച് ആയടോ. ആയി. പിന്നെ അതൊന്നും അല്ലെന്നും പറഞ്ഞ് അഭിനയിച്ച് നടക്കണതില്ലേ? അതും പറ്റാതായി. ഫീൽഡ് ഔട്ട് ആയത് അറിയാത്ത പോലെ അഭിനയിച്ചിട്ട് നടക്കുന്നില്ല. വലിയായിട്ട് സംഭവം പോലെ കൊണ്ട് നോക്കുക. ഡയറക്ടറായിട്ട് അഭിനയിച്ചു എന്തെല്ലാം അത് നടന്നില്ല. എല്ലാം ആവണം പുള്ളിക്ക്. അതൊരു പ്രായത്തിന്റെ പ്രശ്നമല്ല അത്. കാരണം ഇയാൾ ഈ പണി തുടങ്ങിയിട്ട് കുറെ കാലമായി. ഇയാൾ മറ്റേ പുസ്തകം എഴുതി ഇയാളുടെ പേരിൽ പബ്ലിഷ് ചെയ്യുമെന്നൊക്കെ ചോദിച്ച ആളാ പത്മരാജനോട്. അപ്പൊ എന്നോട് ചോദിച്ചാൽ എനിക്ക് ഇപ്പഴാണ് മനസ്സിലായത് ഗൂഗിൾ ഗ്ലാസ് വെച്ചാൽ കിട്ടത്തില്ല. പക്ഷെ അപ്പൊ ആദ്യം ഗൂഗിൾ ഗ്ലാസ് വെച്ചപ്പോഴാണോ പല്ല് പോകാൻ പല്ലിൽ തട്ടി സാധനം കാണിച്ച പരിപാടി ഇതാ പെട്ടെന്ന് ഇടാൻ. ഞാൻ പ്രശ്നം കഴിഞ്ഞു. കുറച്ച് ഇങ്ങനെയല്ലേ അതൊക്കെ പറ്റത്തുള്ളൂ തോന്നുന്നു. ഓ മതിയടോ നിർത്ത്. കളിച്ചോളൂ. ലൈക്കൊക്കെ കാര്യം മനസ്സിലായത്. ലൈക്കൊക്കെ കാര്യം കുറച്ച് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത്. കമ്പാനിയൻ മൂവി വാച്ചബിൾ ആണ്. കമ്പാനിയൻ നല്ല പടമല്ലേ? നമ്മൾ കണ്ടല്ലേ അത്? കമ്പാനിയൻ കമ്പാനിയൻ നമ്മൾ പോയി കണ്ടത്. നൈസ് മൂവിയായിരുന്നു. ചെഗു ഇന്ന് തൂറിയോ? ആൻസർ ദ ക്വസ്റ്റ്യൻ. തൂറി. എന്നോട് ചോദിച്ചില്ല, പക്ഷെ ഞാനും തൂറി. അതെ, ആയിരിക്കുന്നവനും തൂറി. അവനും തൂറി. ഒരാൾ തൂറാൻ പോയിരിക്കുകയാണ്. കാറ്റ് കാണിക്കുന്നു. തൂറിട്ട് വരും. ഇപ്പൊ വരും. ചാറ്റ്ജിപിടിയോട് ചോദിച്ചാൽ ഇതിലും നല്ല കഥ കിട്ടിയാലോ. ബാല വില്ലിയ വില്ലൻ എന്ത് ചെയ്യുന്നു വേണ്ടോ? എന്ത് ചെയ്യുന്നു? ഓ എന്ത് ചെയ്യാനാ? ഇതൊക്കെയല്ലേ ഇവിടുത്തെ അവസ്ഥ. നമുക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ലല്ലോ. ഗോകുലം പെട്ടെന്ന് ഗോകുലത്തിനെ കൊണ്ടുവന്നാണ് പഠിത്തി. എടാ ഹോളിവുഡ് സിനിമ എന്ന് വെച്ചാൽ സ്ലോ മോഷൻ ഗൺ ആൻഡ് കൂളിംഗ് ഗ്ലാസ് എന്നാണ് ഞാനിപ്പം മനസ്സിലാക്കിയത്. സത്യമാണ്. ഓ ഇല്ല, വളരെ കുറവാണ്. ഇത് അങ്ങനെയല്ല. ഇത് മോഹൻലാൽ ഇങ്ങനെ വരുന്ന. എടോ മോഹൻലാലിന് ആകെ ഈ പറഞ്ഞ പോലെ സ്ലോ മോഷൻ ഇല്ലാത്ത സമയം എന്ന് പറയുന്നത് എവിടെയെങ്കിലും ഇരിക്കുമ്പോഴും എന്തെങ്കിലും പറയുമ്പോഴോ. അല്ലാത്തപ്പോ എല്ലാം സ്ലോ മോഷൻ. പറഞ്ഞിട്ടും നാടക സ്ലോ മോഷൻ ആയിരിക്കും. ആയി പോകുന്നതായിരിക്കും. ശരിയാ, ഫൈറ്റ് ഒക്കെ സ്ലോ മോഷൻ കാണി. കൊള്ളാമെന്നൊന്നും തോന്നുന്നില്ല. എന്തായാലും ചുമ്മാ ചെയ്യുന്നതിനേക്കാളും സ്റ്റൈലിഷ് ആയിട്ട് തോന്നും. അവിടെയാണ് ഇവർ പിടിച്ചിരിക്കുന്നത്. സ്റ്റൈലിഷ് മാറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര കോമഡിയായി. ഇപ്പൊ റിവ്യൂസ് കാരണം പടം പൊട്ടി എന്നൊക്കെ പറയുന്നത്. ഇത് കോക്ക് കാരണം ഇപ്പൊ ഈ പടം പൊട്ടുന്നത്. അതെ അതെ, കോക്കാണ് ഈ പടം പൊട്ടിച്ചത്. അതെ അതെ, ഇത് നല്ലൊരു സിനിമയത്. വളരെ നല്ലൊരു സിനിമ. ഇത് വളരെ നല്ലൊരു സിനിമയാണ്. അതായത് ഇന്റലക്ച്വൽ ഡയറക്ടറും 7ാം നമ്പർ നടനും പിന്നെ പുറത്തുനിന്നും അകത്തുനിന്നും ഒക്കെ ആളെ കൊണ്ടുവന്ന് കോടികൾ മുടക്കി എന്ന് പറഞ്ഞിട്ട് പൊട്ടിച്ചത് കോക്ക്. ലെൻസ് കൊണ്ടുവന്നു, ക്യാമറ കൊണ്ടുവന്നു, ഏതാണ്ടൊക്കെ കൊണ്ടുവന്നിട്ടും സ്കെയിൽ കൊണ്ടുവന്നു, ക്യാൻവാസ് കൊണ്ടുവന്നു. എന്തെല്ലാം. പിന്നെ അമീർ ഖാന്റെ പെങ്ങള് വന്നു പോയത് അറിഞ്ഞില്ല. അല്ല ഇത്രയൊക്കെ ചെയ്തപ്പോ അത് നല്ല സിനിമയാ. എടോ നല്ല സിനിമയത്. ഐവാക്സിന്റെ മുതലാളി വിളിക്കുകയും ചെയ്തു. എന്നിട്ടും കോക്ക് അത് പൊട്ടിച്ചെങ്കിൽ കോക്കിനെ കൊണ്ട് സിനിമ എടുപ്പിക്കണം. അല്ല കോക്കിനെതിരെ കേസ് കൊടുക്കണം. അതാണ് എനിക്കും തോന്നുന്നത്. കോക്കിനെതിരെ കേസ് കൊടുക്കണം. കോക്ക് ഈ സിനിമ പൊട്ടിക്കാൻ വേണ്ടി മനഃപൂർവ്വം ഇറങ്ങി സിനിമ പൊട്ടിക്കുന്നതാണ്. അതെ അതെ അതെ, ഇത് ശരിയല്ല. ഈ റിവ്യൂവേഴ്സ് എല്ലാം ഈ പരിപാടി നിർത്തണം. റിവ്യൂ ബോംബിങ്. ആദ്യം പൃഥ്വിരാജ് ഒരു ബോംബിട്ടു, അത് കഴിഞ്ഞപ്പോ കോക്ക് ഒരു ബോംബിട്ടു. വരും, അത് വരും. ആദ്യം ചെയ്യുമായിരിക്കും. ആരും കാണാൻ വന്നില്ല, എല്ലാവർക്കും എതിരെ കേസ്. എല്ലാവർക്കും എതിരെ കേസ്.
ശരി. സിനിമ കണ്ടില്ല കേസാണ്. അല്ല, ഇങ്ങനത്തെ അപരാധം ഇവിടെ നാട്ടില് ഇറക്കുന്നതിനെതിരെ കേസ് കൊടുക്കാൻ വല്ല വകുപ്പുണ്ടോ എന്ന് ചോദിച്ചു നോക്കണല്ലോ. ഒന്നും കാര്യമില്ലല്ലോ, നമ്മൾ കാണാൻ പോകുന്നില്ലല്ലോ. അല്ല അതല്ല അത് അത് കേട്ടോ. ഓ അത് ശരി, അതുണ്ടോ ശരിയാ. അഭിപ്രായ സ്വാതന്ത്ര്യം ഇല്ലാത്ത അവന്റെ സെൻസ് വെച്ചിട്ട് അവൻ ചെയ്തു. അപ്പൊ അത് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. അവന്റെ സെൻസ് വെച്ചിട്ട് അവൻ ചെയ്ത സാധനം അത് അത്ര അവനെ കൊണ്ട് പറ്റുള്ളൂ. സന്തോഷ് പണ്ഡിറ്റിനെയും അംഗീകരിച്ചു എന്ന് പറയുമ്പോൾ എന്തോ കുഴപ്പമുണ്ടല്ലോ. സന്തോഷ് പണ്ഡിറ്റ് എന്നുള്ളൊരു ധ്വനി വരുന്നില്ല അതിനകത്ത്. അല്ല താനത് ഇപ്പൊ ശരിയായി. പിന്നെ പൃഥ്വിരാജ് അംഗീകരിച്ചിട്ട് വേണം സന്തോഷ് പണ്ഡിറ്റ്. പൃഥ്വിരാജിനെ സന്തോഷ് പണ്ഡിറ്റ് അംഗീകരിച്ചു. പണ്ഡിറ്റ് അംഗീകരിക്കില്ല. പണ്ഡിറ്റ് എന്തായാലും അംഗീകരിക്കില്ല. അംഗീകരിക്കുമെന്ന് തോന്നില്ല. സന്തോഷ് പണ്ഡിറ്റ് അംഗീകരിക്കുന്ന ആളൊന്നും അല്ല. കണ്ണ് കാണാൻ പറ്റണല്ലോ. മറ്റേ രാത്രിയിലൊക്കെ കൂളിങ്ങാത്ത് വെച്ചോണ്ടിരിക്കുക. നമ്മളാരാ എമ്പുരാനോ? പൃഥ്വിരാജ് മോഹൻലാലോ എന്ന് എഴുതി ഞങ്ങള്. അല്ല കേട്ടോ, അല്ല. എന്താ മനെ നിങ്ങൾ അത് എന്ത് ചെയ്യുന്നു? അതിനെ എന്ത് ചെയ്യുന്നു? ലേലത്തെ ഗോപു പുളിച്ചുണ്ടാക്കി ഏട്ടൻ 3 മണിക്കൂർ കൊണ്ട് പൊട്ടിച്ചു. അയ്യോ, കണപ്പ ട്രെയിലർ കണ്ട? ഇല്ലില്ല. ചെക്ക് ഹൗ മച്ച് മണി ഡു യു നീഡ് ടു ബെൻഡ് ഓവർ ഫോർ ലാലേട്ടൻ? അയ്യോ, അതിന്റെ ഒന്നും ആവശ്യമില്ല അല്ലേ. പുള്ളി മര്യാദയ്ക്ക് എവിടെയെങ്കിലും സിനിമ ചെയ്താലും അത് നമ്മളൊന്നും പറഞ്ഞാൽ നിൽക്കത്തില്ല. ഒരു പടം നല്ലതിനെ പൊട്ടിക്കാൻ ആർക്കും പറ്റത്തില്ല. നല്ല സിനിമയാണ് അത് തന്നെ. ഇപ്പോൾ ഓടിയില്ല പിന്നെ എന്നേലുമൊക്കെ ഓടുമെന്ന് വിചാരിക്കും. ഇത് ഒരു കാലത്ത് ഓടാത്ത സിനിമകൾ കഷ്ടം. കുറച്ച് ആദ്യം ഒരു ലൂസിഫർ തട്ടിപ്പോണ്ട് വന്ന് എങ്ങനെയൊക്കെ തട്ടിമുട്ടി പോയതാ. എങ്ങനെയാട്ടൊക്കെ അങ്ങ് നടന്നു. അതോടുകൂടി ആ പരിപാടി അവസാനിപ്പിച്ചായിരുന്നെങ്കിൽ അതും ഈ പുലിമുരുകനൊക്കെ ഏകദേശം അവസ്ഥ ഒന്നാ. ഇത് പിന്നൊന്നും കണ്ടാ ഒന്നും ആർക്കും ഇഷ്ടപ്പെടുന്നില്ല. അതുപോലെ പടം ഇതൊക്കെ സ്നഗ്ഗി ഷോട്ടൊക്കെ നെഞ്ചിനകത്ത് അതൊന്നും ഇല്ലടാ ഇപ്പൊ എവിടെയാ ലാലേട്ടൻ? ആ ടീമൊക്കെ പോയോ? റിബാൻ വെച്ച് സ്റ്റേജിലൊക്കെ കയറ്റി വിടുമ്പോ ഇങ്ങനെ വിളിച്ചു പറയും പൊട്ടത്തരൊക്കെ. ഉണ്ടോ ഇത്തവണയും എങ്ങാണ്ട് മറ്റേ എവിടെ അവാർഡ് നൈറ്റ് അല്ലല്ല മറ്റേ ഇവിടെ ഇപ്പൊ ഇതിന്റെ പ്രൊമോഷനായിട്ട് ബന്ധപ്പെട്ട് ഹൈദരാബാദ് എങ്ങനെയാ അവിടെ വന്നിട്ട് നെഞ്ചിനകത്ത് വിളിക്കുന്നുണ്ടായിരുന്നു. ഇവിടുന്ന് കൊണ്ടുപോയതായിരിക്കും ആൾക്കാരെ. അതല്ലേ അല്ലെ ചിലപ്പോ മറ്റേ ഇതിനകത്ത് കയ്യടി ഇടുന്ന പോലെ ഇവന്റ് നടക്കുമ്പോ ഭയങ്കര ക്ലാപ്പ് കേൾക്കാം. ആരും കൈയടിക്കുന്നു. പിന്നെ വേറെ സാധനം ഉണ്ട്. അതാ ഓഡിയോ. പിന്നെ വേറെ സാധനം ഉണ്ടോ, ഈ കൈയടിക്കുന്ന ഷോട്ട് എടുത്തു വെക്കും. എന്നിട്ട് ഈ പറയുന്ന ആരെന്ത് പരിപാടി അവതരിപ്പിച്ചാലും മോഹൻലാൽ ഇങ്ങനെ ഇരുന്ന് കൈയടിക്കുന്ന ഒരു സാധനം കാണാം. പിന്നെ ചില നടിമാരിരുന്ന് ഇങ്ങനെ കൈയടിക്കും. സെയിം സാധനമായിരിക്കും എല്ലാ പരിപാടിയുടെ ഇടയിലും. അതുകൊണ്ടുണ്ടോ നല്ല പരിപാടിയാ അത്. എനിക്കിഷ്ടം അത്. എന്താണ് എൽസത്തിന്റെ കാര്യം എന്തായിരുന്നു? എൽസത്തിന്റെ കാര്യം എൽസത്ത് നോക്കിക്കോളൂ. പൊന്മാൻ സിനിമ കണ്ട? ഇല്ലില്ല. ചെഗു ട്രെയിലർ നന്നായി എന്ന് പറഞ്ഞപ്പോഴേ എനിക്ക് സംശയം തോന്നി. പടം പൊട്ട്. അത് തന്നെ നമുക്കറിയാം. ട്രെയിലർ കണ്ടു വലിയ കുഴപ്പമൊന്നും തോന്നിയില്ല. ട്രെയിലറിന് അത്രയല്ലേ ഉള്ളൂ. അത്രയും ചെറുത് ചെയ്യാൻ. അതാ ഞാൻ പറഞ്ഞു ഇവര് വല്ല റീൽസോ വല്ലതും ചെയ്യുവാണ് നല്ലതാണ്. അതിനു വേണ്ടി പറഞ്ഞ ഇല്ല, അങ്ങനെ പറ്റത്തില്ല. അതല്ലോ റീൽസിന് ജോൺ വിക്ക് പറയുന്നത് ലാലേട്ടൻ നിന്റെ വായിലടിച്ചു തരുമെന്നാണ്. ഞാൻ നിന്റെ വായിലടിച്ചു തരും. അവന് പിന്നെ ഇതൊക്കെ കിട്ടുന്നവനായിരിക്കും മാർക്കറിയാം. വേണ്ട നീ എന്നെ എടുത്തോ. ഞങ്ങളെയൊക്കെ എന്തിനാണ് അതിന് വിളിക്കുന്നത്? നമ്മൾ അടിച്ചു കൊടുക്കാറുള്ളൂ. അങ്ങനെയല്ല, എടുക്കാറുമില്ല കൊടുക്കാറുമില്ല. എന്ത് കാര്യത്തിന്? നല്ല കമന്റ്സ് നോക്കാതെ ചെവർ മാത്രം വായിക്കല്ലേ ചെകുമാൻ. അത് എന്റെ കളിയാ. നമ്മള് വല്ലപ്പോഴും കമന്റ് നോക്കുന്നത്. അതാണ് വേറെ രസം. പാട്ട് പാടുവാ. പേടിച്ചു പോയോ എടീന്ന് വിളിച്ചപ്പോ? എന്റെ ആ ശബ്ദ ഗാംഭീര്യത്തിന്റെയും പൗരുഷത്തിന്റെയും മുന്നിൽ നിന്റെ സ്ത്രീത്വം ഒന്ന് വിറച്ചു കീഴടങ്ങി. നീ ഒന്ന് എന്താ പറയാ, അതിനെന്ത് പറയുന്നേ, നീ കീഴടങ്ങണം. കിടുങ്ങി. അവൾ നോക്കിയപ്പോൾ അവന്റെ ശബ്ദം കേട്ട് ഗർജിക്കുന്ന ഒരു സിംഹത്തെ പോലെ ദേ ഇരിക്കുന്നു. മോഹൻലാൽ
അതൊന്നും കണ്ടിട്ടില്ല. കണ്ടല്ലോ. ആന്നോ? ആ സാധനം പുലിയുടെ ശബ്ദം. അതിന് പകരം എക്കോ ഉണ്ടായിരുന്നു എനിക്ക് സംശയം. ഇപ്പൊ ഇട്ട ആ സാധനം ഇല്ലേ, അതിനകത്ത് എക്കോ പോലെ എനിക്ക് തോന്നിയത്. ആണോ? അത് കൊള്ളാം. ലാലപ്പൻ നെഞ്ചിനകത്ത് ലാലപ്പൻ ചാനലിൽ തീട്ട വർത്താനം പറഞ്ഞിരിക്കുന്ന കുറയാണ്. അലൂസുള്ള ലാലട്ടൻ തിരിച്ചു വരും. श्रीमान भाई हिंदी ऑडियंस के लिए कुछ बोल देना. ठीक है. ओके. अच्छा तो मैं अब से हिंदी में बात करने के लिए तैयार हूँ. आप लोग सुनने के लिए तैयार हूँ. क्योंकि हिंदी वालों के लिए क्योंकि हमको क्योंकि ऐसा वाकण सारा है. क्योंकि ये एम्बुरान किधर मूवी के बारे में इमरान मूवी के बारे में अगर हम बताए तो तुम मूवी तो बड़ा कैनवास है. बड़ा कैनवास मूवी का स्केल बड़ा लंबा स्केल है. 30 सेंटीमीटर. 30 नहीं, उसका भी बड़ा एक नया स्केल लेके आया है पृथ्वीराज. किधर से हमको नहीं मालूम. नहीं बता. नहीं मालूम. नहीं बता. नहीं पता ഞാൻ മാലു. ഓക്കെ ഓക്കെ. അപ്പോ എന്ന് പറയാൻ പറ്റില്ല. പരന്തു. परंतु ये मूवी में लाल भैया बहुत अच्छी तरफ काम करने का कोशिश किया मगर उतना नहीं हुआ कितना हम चाहता था. हम എക്സ്പെക്റ്റിനുള്ള ഹിന്ദി കിടക്കാം. പ്രതീക്ഷ പ്രതീക്ഷ प्रदेश का उतना नहीं हुआ. പ്രതീഷ് കുംഭ് മേള എന്ന് പറഞ്ഞ പോലെയാണ്. കുംഭ് മേള. പരിപാടി ഭയങ്കര രസമാണ്. കുംഭ് മേള വന്നൊക്കെ ഉള്ളി ഉടുപ്പൊക്കെ ഇട്ട് ചെവി പൂവ് തല ചെടി വെച്ച് ചെടി വെച്ചു കൊടുത്താൽ മതിയോ? ചെളിയാണല്ലോ, വളർന്നോളും. അയ്യോ, താമരയ്ക്ക് വളരാൻ പറ്റിയ തലയാണ്. ശരിയാ. താമര അങ്ങനെ കുറെ തലകൾ ഇവിടെ ഉണ്ടോ? ചില താമര വളരുന്ന തലകൾ. താമര പൂവിൽ വാഴും ദേവിയല്ലോ നീ. പാട്ട് പാട്. ഇനി പാടി. ഇത് നിനക്ക് ലിറിക്സ് വേണം. താമരപ്പൂവിൽ വാഴും ഫൈറ്റ് ക്ലബ് നല്ല സിനിമ. ഫൈറ്റ് ക്ലബ് ഇൻസോംനിയ പടമല്ലേ? ചോദിക്കേണ്ട കാര്യമില്ലല്ലോ. അല്ല ഇതാണോ ബ്രാഡ് പിറ്റ് വിളിച്ചോണ്ടിരിക്കുന്നത്? അയാള് പറയാം എന്റെ മറുപടി. ഇലുമിനാറ്റി റെഫറൻസ് ഇത്ര ചൈൽഡിഷായി യൂസ് ചെയ്ത പൃഥ്വിരാജ് മുരളി ഗോപി മാത്രം ആയിരിക്കും സ്പൂൺ ഫീഡിങ് പോലെ. ഓക്കെ, അവർക്ക് തന്നെ ധാരണയൊന്നുമില്ല എന്താ അവതരിപ്പിക്കണം, എന്താ പരിപാടി. ആ രണ്ടുപേർക്കും ഇല്ലാതായി പോടാ. പൃഥ്വിരാജും അറിയത്തില്ല. പൃഥ്വിരാജ് മറ്റേ ബറോസിനെ കുറിച്ച് പറഞ്ഞു ഓർക്കുന്നുണ്ടോ? ഭയങ്കര സിനിമയാണ് ബറോസ്. പുള്ളിക്ക് മാത്രമേ എടുക്കാനും പറ്റത്തുള്ളൂ. പുള്ളിക്ക് മാത്രമേ അങ്ങനെ എടുക്കാൻ പറ്റൂ. അത് ശരിയാ. മോഹൻലാലെ കൊണ്ട് യോജിക്കുന്നു. 3D ഞാൻ പൂർണ്ണമായിട്ട് 3Dയിലൊക്കെ അവരാധം കാണിക്കാന്ന് പറഞ്ഞ ഒരു സ്കില്ല് തന്നെയാണോ? പാടാ. അതല്ല കണ്ടത്, അതാണല്ലോ നമ്മള് കണ്ടത്. അയാളെ കൊണ്ട് അതെ അതെ അതുമില്ല. 3Dയും ആനിമേഷൻ അല്ല, നമുക്കൊരു മൂവ്മെന്റ് ഫീൽ ചെയ്ത് തന്നെ. മൂവ്മെന്റ് കേട്ടല്ലേ? ഇപ്പൊ അങ്ങനെയൊക്കെയാ ഞാൻ പഠിച്ച മൂവ്മെന്റ് എന്നാണ്. അതെ, നമ്മളൊക്കെ അങ്ങനെയാ അത് പറയുന്നത്. ശരിക്കും ആയിരിക്കും മൂവ്മെന്റ്. അപ്പൊ ഇവിടെ വന്നപ്പോ മൂവ്മെന്റ്. അതെ, നിങ്ങൾ ദേഹത്തൊക്കെ മൂഫിന്റെ സ്പ്രേ അടിക്കത്തില്ലേ? ദേഹത്ത് തന്നെ എടുത്താ മൂഫ് ക്രീം. ചായ കിട്ടിയവൻ എങ്ങനെ ആയിരിക്കും? ഭയങ്കര ചൂട്. എടോ ഒന്ന് കുറച്ചൊന്ന് മൂവ്. Can you please move? Move please. Excuse me. Yes.
എക്സ്ക്യൂസ്ഡ് പൊക്കോന്നു. You are excused. Excuse me. Excuse me. എക്സ്ക്യൂസ്. Excuse me. അപ്പൊ സ്ക്യൂസിന് എന്താ പറയണത്? Excuse me. അപ്പൊ സ്ക്യൂഷോ? Excuse me. Excuse me. സ്ക്യൂഷ് ഒരു സ്ക്വാഷ് ചെയ്ത് വിടും. അത് മിണ്ടരുത്. എടാ, അവള് മറ്റേ അയാട്ടയാ. ഓ. അയാട്ടല്ല, സോറി, എന്താ IELTS അല്ലേ? OET. IELTS എന്താ ഇന്റർനാഷണൽ ഇംഗ്ലീഷ് ലേണിംഗോ? ട്രെയിനിങ് ട്രെയിനിങ് പർപ്പസിന് വേണ്ടി റെക്കോർഡ് ചെയ്യുന്നതായിരിക്കും. ട്രെയിനിങ് സെന്റർ അല്ല, S Training. IELT വരെ ഉള്ളൂ. അപ്പൊ എസ് എവിടെയാ? S എന്തോ പിന്നെ എസ് സ്റ്റാൻഡ് ഫോർ സൗത്ത് ഇന്ത്യ. സൗത്ത് ഇന്ത്യ ഐ ഇല്ലല്ലോ, അപ്പൊ എസ് അല്ലേ ഉള്ളൂ. അപ്പൊ ഇന്റർനാഷണൽ ഇംഗ്ലീഷ് എന്നാണോ പറയുന്നത്? IET ഇന്റർനാഷണൽ ആണോ? International. അയാളുടെ ഇന്റർനാഷണൽ ഇംഗ്ലീഷ് ലാംഗ്വേജ് English training. ട്രെയിനിങ് ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കണേ. ഓടിയാണ്, നമുക്ക് അതൊന്നും അറിയത്തില്ല. എസ് എന്താണ്? എസ് ഇതൊന്നും ആയിരിക്കത്തില്ല. ഇതായിക്കോ സിസ്റ്റം ലാംഗ്വേജ് ടെസ്റ്റിംഗ് സിസ്റ്റം. ടെസ്റ്റിംഗ് സിസ്റ്റം കേട്ടോ. ഞാനത് ടീച്ച് ചെയ്യുമായിരിക്കും, സെന്റർ അല്ലേ. അപ്പൊ അതിന് എന്തിനാണ് ലാംഗ്വേജ് ടെസ്റ്റിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞ സാധനമാണോ ഇവിടെ പഠിപ്പിക്കുന്നത്? ഞാനോടത്ത് ട്രെയിനിങ് സെന്റർ ഒന്നും അല്ലായിരിക്കും. അപ്പൊ അങ്ങനെയാണ് ഇന്റർനാഷണൽ ലാംഗ്വേജ് ടെസ്റ്റിംഗ് സിസ്റ്റം. അവരുടെ സർട്ടിഫിക്കറ്റ് ശരിയാ. സർട്ടിഫിക്കറ്റ് അവരുടെ ആയിരിക്കും. ശരി ശരി, തെറ്റിപ്പോയി. സർട്ടിഫിക്കറ്റ്. എമ്പുരാനിൽ ആന്റണി ക്യാമിയോ ഉണ്ടെന്ന് ഭയങ്കരമാന്ന് കോക്ക് പറയുന്ന കേട്ട് ഇങ്ങനെയൊക്കെ ഇരിക്കുന്നു. നോക്കൂ, അയാളെ കൊണ്ട് സ്ഥലം കാണിക്കാനാണ് ഓക്കെ. ഇങ്ങനെ കാണിച്ചല്ലേ? ഓ, അങ്ങനെ കാണിച്ചിട്ട് അങ്ങ് നടക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നടന്നു കേട്ടോ. അങ്ങനെയാണെങ്കിൽ ഓക്കെ, ഒരു കുഴപ്പമില്ല. പക്ഷെ ഒരു കാര്യമുണ്ടടാ, ഇവരെയൊക്കെ ഇങ്ങനെ കിട്ടുന്നത് ശരിക്കും ഭയങ്കര തമാശ തന്നെയാ. പിന്നീടാണെങ്കിലേ മലയാള സിനിമയിലെ പഴയ സിനിമകൾ തപ്പിച്ചെന്ന് പിള്ളേർക്ക് ചുമ്മാ എടുത്തിട്ട് ഊക്കാനും കളിയാക്കാനും എത്രത്തോളം മണ്ടത്തരങ്ങളാണ് പണ്ട് സിനിമയിൽ ഉണ്ടാകുന്നതൊക്കെ കാണിച്ചു കൊടുക്കാൻ വേണ്ടി ഉപകാരപ്പെടും. ഇതിപ്പോ മറ്റേ മറ്റേ എങ്ങാണ്ടൊക്കെ പ്രചരിച്ചല്ലോ ഇതിന്റെ കോപ്പി. എന്താ പറയാ, ഇത് ഇപ്പൊ ഇറങ്ങിയപ്പോ തന്നെ ആൾക്കാർക്ക് മനസ്സിലാണ്ടോ? ഇപ്പം കുറച്ച് കഴിയുമ്പോഴേക്കും ഇത് ഡിലീറ്റ് ചെയ്ത് ഈ സാധനം എങ്ങും കിട്ടാത്ത പോലെ ആക്കി കളയും ചിലപ്പോ പൃഥ്വിരാജ്. മനസ്സിലാവുണ്ടോ? ഇത് കാരണം പുറത്ത് കാണിക്കാൻ പാടില്ലെന്നുള്ളത്. ഓ ഞാനൊരു ലാലറ്റ് നാണെന്നാണ്. ആ ഒരു മീറ്ററിൽ അങ്ങനെ പറഞ്ഞു നോക്കി. അതായത് ആ ഒരു ഓ എന്ത് പാടാണ്. എങ്ങനെ പറയാനത്? ശരിയാ, ലലറ്റ് അല്ല എട്ടാണ്. ശരിക്കും അയാളാണ് പോളെ ചുമ്മാ കൊണ്ട് നിറയ്ക്കാൻ ഓരോ കോമഡി പീസിനൊക്കെ. ഇങ്ങനെ വെച്ചാൽ പറ്റുമോ? മറ്റേത് പറ്റത്തില്ല. അത് പറ്റുമോ? ഇല്ല, അത് മമ്മൂട്ടിക്ക് പറ്റുള്ളൂ. അല്ല, മമ്മൂട്ടിക്കാണ് ഈ വിസിൽ പറഞ്ഞ പോലത്തെ സൗണ്ട് ഒക്കെ ഭയങ്കര ഷാർപ്പാണല്ലോ ഇയാൾ പറയുന്നതൊക്കെ. മമ്മൂട്ടിയാണ് മമ്മുക്കായാണ്. അങ്ങനെയാണ് അങ്ങനെ മമ്മുക്ക അങ്ങനെയൊന്നും മമ്മൂട്ടി പറയത്തില്ലല്ലേ. ഇക്കയാണ്, മമ്മുക്കയാണ്. അങ്ങനെ അയാൾ പറയൂടാ. ഇത് ഇപ്പൊ പറയുവാണെങ്കിൽ പോലും മമ്മൂട്ടിയാന്ന് പറയുള്ളൂ. മമ്മൂട്ടിയാണ്. നന്ദിയുണ്ടേ അത്രയൊക്കെ അത്രേ ഉള്ളൂ. അല്ലാതെ ഇത് 10 രൂപ ആറേട്ടൻ മോഹൻലാലാണ് ഇത് പറയണെങ്കിലേ ആദ്യം തന്നെ ലാലേട്ടനാന്നൊക്കെ പറയും. ശരിയാ.
പിന്നെ കുഴപ്പമില്ല മോനെ, 10 രൂപ കിട്ടിയിട്ട് സാരില്ല, ഓക്കെ മോനെ, 10 രൂപ കിട്ടിയിട്ട് നന്ദി ഉണ്ടെന്നല്ല, 10 രൂപ കിട്ടിയിട്ടുണ്ട്, ഓക്കെ മോനെ എന്ന് പറയും. അങ്ങനെ പറയൂ, ശരിയാ. എന്താ മോനെ? എന്ത് മോനെ, 10 രൂപയുള്ള മോനെ, അങ്ങനെയൊക്കെ പറഞ്ഞോളേ. അതിനുള്ള ഒരു സ്ഥലത്ത് അവരുടെ നാടിന്റെ പൂജപ്പുരയോ അവിടെ ഉള്ളവരെല്ലാം നാളെ അവിടെ അല്ല, അയാളുടെ സ്ഥലം വേറെ കണ്ടോ, പത്തനംതിട്ട. പക്ഷെ ഇയാൾ ജീവിച്ചത് മുഴുവൻ അവിടെ. പൂജപ്പുരയാണെന്ന് പറഞ്ഞാൽ പൂജപ്പുരക്കാർക്ക് മൊത്തം നാണക്കേടായി. പൂജപ്പുര പണം ഹിറ്റാന്നാ പറയുന്നത്. ഇപ്പൊ അവിടെയൊക്കെ എത്രയോ മാന്യന്മാർ ജീവിക്കുന്ന സ്ഥലമായിരിക്കും. അതെ, ഇങ്ങനെയുണ്ട് നാണക്കേട് ഒരുത്തിനെ കൊണ്ട്. ഒരു സാധനമൊക്കെ ഒരു സ്ഥലത്ത് ചെന്നിട്ട് അവിടെ ആ നാട് തന്നെ നാട്ടിച്ച് നശിപ്പിച്ചോ, കൊല്ലം ഫ്യൂരി എന്നൊക്കെ പറയുന്ന പോലെ. അതെ, കൊടുത്തു പണി. പൂജപ്പുര മോഹനൻ. എനിക്ക് തോന്നുന്നതേ ഇത് ഏതോ ഇയാക്കേ എനിക്ക് തോന്നുന്നത് ഈ പത്തനംതിട്ട ഭാഗത്ത് മറ്റേതൊരു രാജകുടുംബം ഇല്ലേ, ശബരിമല ബേസ് ചെയ്തിട്ടുള്ള മറ്റേ പന്തളം രാജകുടുംബം. ഇത് സീൻ എന്താണെന്ന് എനിക്ക് മനസ്സിലായി. പന്തളം രാജകുടുംബത്തിന് തിരുവിതാംകൂർ രാജകുടുംബമായിട്ട് ചെറിയ പ്രശ്നമുണ്ട്. അപ്പൊ അങ്ങനെ നോക്കിയിരിക്കുമ്പോഴാണ് ഒരു കുട്ടി ജനിക്കും എന്നുള്ളൊരു സാധനം ഉണ്ട്, ഇവരേലുണ്ട്, സാധനം ഉണ്ട്. അല്ലല്ല, സാധനം ഓൾറെഡി ഉണ്ട്. അങ്ങനെ ഒരു കുട്ടി ജനിക്കും എന്നുള്ളതുണ്ട്. അങ്ങനെ ഒരു കുട്ടി ജനിക്കും, ആ കുട്ടിയെ ജനിപ്പിക്കാൻ ഒരുത്തൻ അവിടുന്ന് വരും. എവിടുന്ന്? അല്ലല്ല, മറ്റേ തിരുവിതാംകൂർന്ന് വരും. തിരുവിതാംകൂർന്ന് വന്നിട്ട് മറ്റേ പത്തനംതിട്ട ഉള്ള ഒരു സ്ത്രീയിൽ ഒരു കുട്ടി ജനിക്കും. അങ്ങനെ ഒരു കുട്ടി ജനിച്ചിട്ട് ഈ കുട്ടിയെ അങ്ങോട്ട് വിടും. അങ്ങനെ ഈ കുട്ടി അവിടെ പോയി ആ നാടിനെ അപരാധിച്ചു. മനസ്സിലായോ? അങ്ങനെയാണ് ഈ കഥ. ശരിക്കും ഇതാണ് സംഭവം. അങ്ങനെ ജനിച്ചൊരു കുട്ടിയാണ് അയ്യോ, കഷ്ടമായി പോയല്ലേ. ഇങ്ങനെയാണ് ഇങ്ങോട്ട് ഒരു പേര് കൊണ്ട്. മോഹൻലാലിന് അഭിനയിക്കാൻ വയ്യാത്തോണ്ട് നടക്കുക. ഇപ്പൊ നടക്കുക, നിൽക്കുക, കൂളിംഗ് ഗ്ലാസ്, സ്ലോ മോഷൻ കിടക്കുക, കൂളിംഗ് ഗ്ലാസ് വെക്കുക, ജാക്കറ്റ് ഇടുക, ഏണ്ടൊക്കെ ചെയ്യുന്നുണ്ട്. ഈ കഴിഞ്ഞിടയ്ക്ക് താടി പഠിച്ചെന്ന് പിന്നെ എല്ലാം കൂടെ പൊക്കിക്കൊണ്ട് നടക്കുന്നുണ്ട്. പക്ഷെ ഇച്ചിരി വൃത്തിയായി കേട്ടോ. ശരിക്കും പറഞ്ഞാൽ പഴയതിനേക്കാൾ ഒത്തിരി വൃത്തിയായി. ഉള്ള പറയാലോ, ശരിക്കും മോശമൊന്നും പറയാൻ പറ്റത്തില്ലടൂ. ആദ്യം ഇങ്ങനെ ഇരുന്നില്ലേ, അത് ശരിയാക്കി. അയാൾ താടി ഫിറ്റ് ചെയ്തിട്ട് അത് വരാൻ സമയം എടുത്താണ്. ഇതൊന്ന് വലിഞ്ഞു മുറുകി ഒന്ന് സെറ്റ് ആവണ്ടേ, മരുന്നൊക്കെ കഴിക്കണ്ടേ കുറെ, എന്നാലേ ആവത്തുള്ളായിരിക്കും. പിന്നെ കുറെ ഇഞ്ചക്ഷൻ കൊടുക്കുന്നുണ്ടാവും ഇടയ്ക്കൊക്കെ പിടിച്ചിട്ട്. ഇങ്ങനെ കൗളിനൊരു ഇഞ്ചക്ഷൻ, ഇവിടെ ഒരു ഇഞ്ചക്ഷൻ, ഇവിടെ ഒരു ഇഞ്ചക്ഷൻ, ഇവിടെ ഒരു ഇഞ്ചക്ഷൻ. അപ്പൊ ഇതെല്ലാം സെറ്റ് ആയിട്ടുണ്ട്. അപ്പൊ ആ കമ്പനി മോശമല്ല. ഞാനോർത്ത് ശാസ്ത്രം തോറ്റു മോഹൻലാൽ ജയിച്ചെന്ന്. പക്ഷെ വേറെ കാര്യമുണ്ട്, ഒരു ആക്ടർ ഇവിടെ ഇപ്പൊ അങ്ങനെ സംഭവിച്ചത്. ശാസ്ത്രം തോറ്റു മോഹൻലാൽ ഇനി എന്തിനാണ് ഫോട്ടോസ് ഒക്കെ ചെയ്തത്? അതല്ല, അതിനകത്ത് വേറെ കാര്യമുണ്ട്. ഈ മോഹൻലാൽ പോലത്തെ ഒരു നടൻ അയാളുടെ ഫേസിനകത്ത് ഇങ്ങനത്തെ പരിപാടിയൊക്കെ ചെയ്യുമ്പോൾ ഒരു ആക്ടർ ഇയാളുടെ മുഖം വെച്ചിട്ടല്ലേ പ്രധാന പരിപാടി നടത്തുന്നത്. അങ്ങനെ നോക്കുമ്പോൾ ഈ പരിപാടി ചെയ്യുന്നത് ശരിക്കും ഭയങ്കര റോങ് ആണ്. ഒരു നടൻ അങ്ങനെ പ്രശ്നമൊന്നുമില്ല. എന്ത് പ്രശ്നമില്ലത്? ഇത് വലിച്ചു വെച്ച് അനങ്ങത്തില്ല. അനങ്ങുന്നില്ലല്ലോ. ഉറപ്പാണോ? ഫേഷ്യൽ എക്സ്പ്രഷൻസ് ഒന്നും വരുന്നില്ലേ? മമ്മൂട്ടിയൊക്കെ ചെയ്യുന്നതാണോ അറിയാൻ ഞാൻ. ഇവിടെയുള്ള മണ്ടന്മാർക്ക് ഇയാളുടെ ഫാൻസിന് മനസ്സിലാകുന്നു. ഞാൻ വേറൊരു കാര്യം ചോദിച്ചോട്ടെ. ഈ മോഹൻലാൽ ഇങ്ങനെ മുഖത്ത് എക്സ്പ്രഷൻ വരുന്നില്ലെന്ന് പറയുന്നു. ഇതിപ്പോ ഈ സാധനം ചെയ്യാൻ പറ്റുന്ന ആള് ബാബുവാനാണ്. ബാബുവാനിയുടെ മൊത്തമാണ് ചെയ്യുന്നെങ്കിൽ ഒരു കുഴപ്പമുണ്ടാവില്ലായിരുന്നു. ബാബുവാനിക്ക് ഏത് തരം സീനും അഭിനയിക്കാൻ പറ്റുമല്ലോ. മനസ്സിലാവുണ്ടോ? ഏത് സീനിലും അഭിനയിക്കാൻ പറ്റും. അയാളുടെ വിജയ് ബാബുവാനി അവരധികം ഫേഷ്യൽ എക്സ്പ്രഷന്റെ അതിന്റെ ആവശ്യമില്ല അവർക്ക്. അടിപൊളിയാണ്. അക്ഷയ് കുമാർ കുറച്ച് അഭിനയിക്കോടോ. അയാൾ അഭിനയിക്കുകയൊക്കെ ചെയ്യും. വേറെ സാധനം അത് ഇങ്ങനെ എക്സ്പ്രഷൻ. അയ്യോ, പക്ഷെ ബാബുവാണിയൊക്കെ ഉള്ള സമയം രസമാണ്. അയാളെ കുറച്ച് ആക്ഷൻ പടം വേണോന്ന് ശരിക്കും. മോഹൻലാലിനെ വെച്ച് പടം ചെയ്യാൻ പറ്റുമെന്ന് ചോദിക്കണം. ഞാനൊരു ഡയറക്ടർ അല്ല, ഞാനൊരു ഡയറക്ടറാണ്. അല്ല അതല്ല, പെണ്ണ് പിടിയാൻ അജുവലക്സ് എന്ന എല്ലാം തികഞ്ഞ നീ ഒരു സിനിമ എടുക്കാൻ, എന്നാ പിന്നെ ഒരു പെണ്ണിനെ പിടിക്കുന്ന സിനിമ അങ്ങ് എടുക്കാം.
പെണ്ണിനെ എങ്ങനെ പിടിക്കണോ? ഓടിച്ചിട്ട് പിടിക്കണോ, വലയിട്ട് പിടിക്കണോ, അതോ ഒറ്റാലിട്ട് പിടിക്കണോ, അതോ ചൂണ്ടയിട്ട് പിടിക്കണോ, അതോ പെണ്ണിനാവും, അതോ കെണി വെച്ച് പിടിക്കണോ, അതോ വെറുതെ പിടിച്ചാൽ മതിയോ? അല്ല നീ കൊണ്ടുവരുവോ എനിക്ക് പിടിക്കാനുള്ള പെണ്ണിനെ? നീ ഒന്ന് പിടിച്ചോണ്ടോ, ഞാനും പിടിക്കാം. ഞാനൊരു ഡയറക്ടറാണ്. പ്ലാനിങ് ആ മൂവി വിത്ത് മിസ്റ്റർ മോഹൻലാൽ. ആക്ഷൻ കോമഡി, സർവൈവൽ ത്രില്ലർ, ഹൊറർ കോമഡി ഡോക്യുമെന്ററി. നിഖിൽ തോമസ്. അയ്യോ അതെ, ഞാനൊരു ഡയറക്ടറാണ്. പ്ലാനിങ് എ മൂവി വിത്ത് മിസ്റ്റർ മോഹൻലാൽ, എ ആക്ഷൻ കോമഡി സർവൈവൽ ത്രില്ലർ ഹൊറർ കോമഡി ഡോക്യുമെന്ററി. അത് പൊളിക്കും. അങ്ങനെയൊക്കെ പറഞ്ഞാൽ മതി. പൃഥ്വിരാജിനോട് പറ, പൃഥ്വിരാജ് കണ്ടു കാണും, മിക്കവാറും ഇത് എടുക്കും. വേണ്ടോ ഈ സാധനം താനൊരു പോസ്റ്റ് ആയിട്ട് ഇട്ടാൽ മതി. ഒരു ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടോ. ഈ മോഹൻലാലൊക്കെ ഫേസ്ബുക്കിലാണ്. അതെ ഫേസ്ബുക്ക് കൊണ്ട് ഇട്ടാൽ മതി. അപ്പൊ ഈ ഫേസ്ബുക്കിൽ പക്ഷെ വൻ ഹിറ്റ് ആവട്ടെ. ഫേസ്ബുക്കിൽ 100 കോടി ക്ലബ്ബ് ഓൾറെഡി കഴിഞ്ഞു. 100 കോടി കയറി കഴിഞ്ഞു. പടം ഹിറ്റാണ്. ഈ സാധനത്തിന്റെ പേരെന്താന്ന് ആർക്കെങ്കിലും അറിയുമെന്ന് പറയണേ. ഇതെന്ത് സാധനമാണ് ഈ ടോയുടെ പേര്? ഇതെന്ത് സാധനമാണെന്ന് പറഞ്ഞു കേട്ടോ. അതെ, എന്റെ അമ്മ ഇപ്പൊ മോന്തക്ക് കിട്ടിയാനെ. ഓർഡർ ഇയാള് കറക്റ്റ് ആയിട്ട് ഇടുന്നുണ്ട്. ഇങ്ങനെ ഞാനും മരുന്ന് കഴിക്കേണ്ടി വരുമോ? പോകുന്നില്ലല്ലോ ഇത്. ഇല്ല എനിക്ക് കിട്ടത്തില്ല. അത് നീ പറയാതെ എനിക്കറിയാം. വല്ല കാര്യമുണ്ടോ? വല്ലയിടത്തും ഇരുന്നാ പോരെ ചക്കടു. എനിക്ക് കിട്ടി. എങ്ങനെ ഇടുന്നതെന്ന് ഇങ്ങനെ വെച്ചിട്ടുള്ളൂ. ഇങ്ങനെ എടുക്കും. മനസ്സിലായോ? ഇപ്പഴാ മനസ്സിലായി. ഇങ്ങനെ വെച്ചിട്ടുള്ളൂ. ഇങ്ങനെ എടുക്കുക. മനസ്സിലായി? ഇത് ഇങ്ങനെ മേളിൽ നിൽക്കത്തില്ലേ, അതിങ്ങനെ കൊണ്ടുവരിക ചെയ്യുന്നത്. ഇപ്പഴല്ല ഞാൻ പറയാം, അത് കറക്റ്റായിട്ട് കാണിച്ചു തരാം. ഒറ്റ ഒരെണ്ണം പോകത്തില്ല, ഇങ്ങനെ വരും. വേറെ കാര്യമുണ്ട്, ഈ ലൈറ്റ് ഭയങ്കരമായിട്ട് ഡിസ്റ്റർബ് ചെയ്യുന്നുണ്ടാവും. അങ്ങനെ ഒരു കാര്യം കൂടി ഉണ്ട്. പക്ഷെ ഇനി കിട്ടും. എനിക്കത് ടെക്നിക്ക് ഞാൻ മറന്നുപോയതാ. ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ പിടിക്കുക, ഇച്ചിരി നീക്കി ഇങ്ങനെ കൊണ്ടുവച്ചാൽ ഇത് സ്ലോയാ. എന്നിട്ട് കണ്ടോ ഇങ്ങനെ അങ്ങനെ പിടിക്കാൻ പറ്റും. അത്ര ഉള്ളത്, അതാണ് അതിന്റെ ടെക്നിക്ക്. ഉണ്ടോ? പിന്നെ ഇത് സ്ലോ ആവാ. ബോള് മോളിൽ തന്നെ നിൽക്കുവാണല്ലോ. ഇത് നമ്മൾ താക്കുമ്പോ ഉണ്ടോ? അതാ സാധനം. അല്ലാതെ എളുപ്പവഴി വേറൊന്നും. ഏറ്റവും എളുപ്പവഴി ഇത്. ഇത്രയും പോകണ്ട. ഇവിടുന്ന് ഇങ്ങനെ എടുക്കുക, അല്ല മണ്ടയ്ക്ക് പിടിക്കുക, താക്കുക. അതാണ് അതിന്റെ താക്കുക പൊക്കുക. അത് ശരിയാണല്ലോ. ഇതിന്റെ ഇടയിൽ സോറി, ഒരു ദിവസം വഴി തെറ്റിപ്പോയി. നമുക്ക് 1 മണിക്കൂറിനടുത്ത് 1.5 മണിക്കൂറായി. നിർത്തിയേക്കാം. അപ്പൊ ശരി, എമ്പുരാനല്ലേ ഇത്ര നേരം, വേറെ പണിയൊന്നും ഇല്ലേ? അതിനെപ്പറ്റി ഇനിയും പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പൊ ബൈ ഗൈസ്. അവിടെയും ഗൈസ് ബൈ ബൈ. ഞങ്ങൾ ലൈവ് ഉണ്ടാകുന്നതുകൊണ്ടാണ് കേട്ടോ നമ്മൾ നോക്കിയത്. അത് ഓഫ് ചെയ്തേക്കാവോ ക്യാമറ വുമൺ?